നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ശബരിമലയിലെ അടവ് നയത്തിലൂടെ ഹിന്ദു സമുദായ സംഘടനകളെ ഒപ്പം കൂട്ടുന്നതിൽ അയ്യപ്പ സംഗമത്തിൽ വിശ്വാസികൾ വരാഞ്ഞിട്ടും സർക്കാരിന് കഴിഞ്ഞെന്നതിന് തെളിവായി സമദൂരം വിടുന്ന NSS നിലപാട്. ശബരിമലയിലെ യുവതീ പ്രവേശനത്തിൽ സർക്കാരിൽ നിന്ന് ഉറപ്പ് കിട്ടിയെന്നും ആചാര ലംഘനത്തിന് പിണറായി സർക്കാർ തുനിഞ്ഞില്ലെന്നുമുള്ള ജി സുകുമാരൻ നായരുടെ പിന്തുണ UDF-നെയും BJP-യെയും വെട്ടിലാക്കുകയാണ്. സമുദായ സംഘടനകൾ കൂട്ടത്തോടെ കൈവിട്ട അവസ്ഥയിൽ UDF. പന്തളത്തെ ശബരിമല സംരക്ഷണ സംഗമമാണ് അയ്യപ്പ വിശ്വാസികളുടെ സംഗമമെന്നും പമ്പയിൽ അവിശ്വാസികൾ വിളിച്ച സമ്മേളനമെന്നും ആരോപിച്ച് BJP-ക്കും NSS-ന്റെ സർക്കാരിനുള്ള പിന്തുണ തിരിച്ചടിയാകുന്നുണ്ട്. ശബരിമലയിൽ തെറ്റ് തിരുത്തുന്ന സർക്കാരിനൊപ്പം നിൽക്കുന്ന NSS നിലപാട് എങ്ങനെ UDF മറികടക്കും? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. പേരിൽ ശ്രീ സേനാപതി വേണു, ശ്രീ ജിതിൻ ദേവ്, ശ്രീ M ജയചന്ദ്രൻ, ശ്രീ അനിൽ വിളയിൽ എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ സേനാപതി വേണു, NSS-ന്റെ ഈ നിലപാട് അത് പ്രതീക്ഷ ഒന്ന് തന്നെയാണോ? NSS-ന്റെ പ്രതിനിധി, മുതിർന്ന ഒരു പ്രതിനിധി തന്നെ പമ്പയിലെ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തതാണ്. പക്ഷേ ഇപ്പോൾ NSS ജനറൽ സെക്രട്ടറി തന്നെ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചാൽ, ശബരിമല വിഷയത്തിൽ, അത് യുവതീ പ്രവേശന വിഷയമാണല്ലോ, അവിടെ ആചാര ലംഘനത്തിന് പിണറായി സർക്കാർ തുനിഞ്ഞിട്ടില്ല, അവർക്കതിന് കഴിയുമായിരുന്നു, പക്ഷേ അതിലേക്ക് അവർ പോയിട്ടില്ല എന്ന് പറയുമ്പോൾ NSS-ന്റെ നിലപാട് പൂർണ്ണമായിട്ടും LDF സർക്കാരിനെ തുണയ്ക്കുന്നതാണ്. അവിടെ UDF-ന് വിമർശനവുമുണ്ട്. ഈ വിഷയത്തിൽ UDF വിശ്വാസികൾക്കൊപ്പം ആയിരുന്നില്ല എന്ന രീതിയിലുള്ള പ്രതികരണമാണ് വന്നിരിക്കുന്നത്. എങ്ങനെ കാണുന്നു NSS-ന്റെ ഈ നിലപാടിനെ? ബഹുമാന്യായ NSS ജനറൽ സെക്രട്ടറി അങ്ങനെ രാഷ്ട്രീയമായ ഒരു നിലപാടും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ അത് തന്നെ നമുക്ക് ഒന്ന് കടമെടുക്കാം. അതായത്, the government assured us that they will resolve the issue in Shabarimala. They also assured us that customs will be protected and they won't do anything against it. The assurance was conveyed by Devaswam Minister VN Vasavan with the Chief Minister's knowledge. അപ്പോൾ ഇവിടെ ഒരുപക്ഷെ ഇപ്പൊ ഞങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് ഇപ്പം NSS-ന്റെ ജനറൽ സെക്രട്ടറിയുടെ ഒരു നിലപാടിനെ ഒന്നും ചോദ്യം ചെയ്യാൻ ഞാനോ അല്ല നമ്മളാരും അതില് എന്താ പറയുക, നമുക്ക് അതിനുള്ള അവകാശമൊന്നുമില്ല. പക്ഷേ വളരെ വിനീതമായിട്ട് നമ്മൾ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്താൻ ഒരു ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് സമരരംഗത്ത് ഏറ്റവും അധികം മുന്നിലുണ്ടായിരുന്ന ഒരുപക്ഷെ ഏറ്റവും അതിനുവേണ്ടി ത്യാഗം സഹിച്ച ഒരു NSS ആണ്. അപ്പോ ഈ സംഗമത്തിന് മുമ്പ് പൊതുവെ ഉയർന്ന ഒരു ആവശ്യം എന്ത് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന റിവ്യൂ പെറ്റീഷനിൽ സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു അഫിഡവിറ്റ് ഉണ്ട്. ആ അഫിഡവിറ്റിൽ യുവതീ പ്രവേശനം ഇപ്പോഴും അംഗീകരിക്കുന്നു എന്നുള്ളതാണ് LDF-ന്റെ നിലപാട്. അപ്പോ ബഹുമാന്യനായ സുകുമാരൻ സാറിന് ആ അഫിഡവിറ്റ് തിരുത്തി കൊടുക്കുമെന്നോ അല്ലെങ്കിൽ ആ അഫിഡവിറ്റിൽ നിന്ന് ഞങ്ങൾ പിന്നോട്ട് പോകുമോ എന്നുള്ള ഒരു ഉറപ്പ് സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ കാര്യത്തിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷെ അങ്ങനെ ഒന്നും കൊടുത്തതായിട്ട് കാണുന്നില്ല. അപ്പോ എന്തടിസ്ഥാനത്തിലാണ് അദ്ദേഹം പിന്നീട് അവിടുത്തെ എന്താ പറഞ്ഞ ശബരിമലയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ സംരക്ഷിക്കുമെന്ന് ശ്രീ VN വാസവൻ വഴി മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി അദ്ദേഹത്തോട് പറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ അപ്പോഴും സംശയം ബാക്കി നിൽക്കുന്നത് ഇതാണ്: ശബരിമല ആചാരത്തെ സംരക്ഷിക്കുന്നതിന് ഏറ്റവും വിരുദ്ധമായി നിൽക്കുന്ന, അത് ഡെമോക്രാസിന്റെ വാള് പോലെ നിൽക്കുന്നത് ഇപ്പോഴും സംസ്ഥാന ഗവൺമെന്റ് അഫിഡവിറ്റ് ആണ്. ആ അഫിഡവിറ്റ് തിരുത്തി കൊടുത്തിട്ടില്ല. ഇനിയിപ്പോ ഭംഗ്യം തരാണ് അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയെയും UDF-നെയും അതിൻ്റെ അകത്ത് വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അദ്ദേഹത്തോട്, അദ്ദേഹം പഴയ കോൺഗ്രസ്സുകാരനാണ്, കോൺഗ്രസ് ഞങ്ങളുടെ KPCC നിർവാഹക സമിതി അംഗമായിരുന്നു, ഇപ്പോഴും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമൊക്കെ അത് തന്നെയാണ്. ഞങ്ങൾ ബഹുമാനിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവാണ് അദ്ദേഹം. ഇപ്പോ കോൺഗ്രസ് പാർട്ടി ഒരുപക്ഷെ ഒരു ഉപദേശ രൂപേണയായിരിക്കാം അദ്ദേഹം അങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം അദ്ദേഹത്തിനും അറിയാം VS അച്യുതാനന്ദൻ ഗവൺമെന്റ് കൊടുത്ത അഫിഡവിറ്റ് അല്ല, അത് തിരുത്തിക്കൊണ്ട് ശബരിമലയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അഫിഡവിറ്റ് കൊടുത്തത് അത് ഉമ്മൻചാണ്ടിയുടെ സർക്കാരാണ്. അത് സുകുമാരൻ സാറിനെ പോലുള്ള ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അവിടെ NSS-ന്റെ നിലപാടിനൊപ്പം നിന്നത് UDF സർക്കാർ തന്നെയാണ്, അല്ലെ? അത് ശരിയായ കാര്യമാണ്. പക്ഷെ ഇവിടെ ഇപ്പോൾ NSS കാണുന്നത് ന്യൂനപക്ഷ പ്രീണനം നടത്തുകയാണ് കോൺഗ്രസ് എന്നാണ്. അതാണ് NSS ജനറൽ സെക്രട്ടറിയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. കൃത്യമായിട്ട് പറയുന്നുമുണ്ട്. അതായത് അയ്യപ്പ സംഗമം പമ്പയിലേത് സർക്കാരും ദേവസ്വം ബോർഡും ചേർന്ന് നടത്തിയ അയ്യപ്പ സംഗമം എന്തിന് UDF ബഹിഷ്കരിച്ചു എന്നാണ് NSS ജനറൽ സെക്രട്ടറിയുടെ ചോദ്യം. ശ്രീ സേനാപതി വേണു, അപ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഇതുവരെ നിങ്ങൾ NSS-നൊപ്പം തന്നെയായിരുന്നു നിലപാടെടുത്തത്, ഇപ്പോഴും NSS-ന്റെ നിലപാടിനൊപ്പമാണ്. പക്ഷേ NSS നിലപാട് മാറ്റുകയല്ലേ ഈ വിഷയത്തിൽ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്? സർക്കാരിനൊപ്പം ചേർന്നിരിക്കുകയാണ്. അതായത് പിണറായി സർക്കാരിനെ പൂർണ്ണമായിട്ടും വിശ്വാസത്തിലെടുത്തിരിക്കുകയാണ്.
അല്ല, ഞങ്ങൾ ഈ കാര്യത്തിൽ 3 ചോദ്യങ്ങളാണ് ഗവൺമെന്റിന്റെ മുമ്പാകെ വെച്ചത്, അല്ലെങ്കിൽ 3 കാര്യങ്ങളാണ് വെച്ചത്. ഒന്ന്, യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന അഫിഡവിറ്റ് പിൻവലിക്കുക, അല്ലെങ്കിൽ പുതിയ അഫിഡവിറ്റ് കൊടുക്കുക. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അന്നത്തെ ആ ഇഷ്യൂസുമായി ബന്ധപ്പെട്ടെടുത്തിരിക്കുന്ന ക്രിമിനൽ കേസുകൾ മുഴുവൻ അത് നിരുപാധികം ഗവൺമെന്റ് പിൻവലിക്കുക. രണ്ടാമത്. മൂന്നാമത് ഞങ്ങൾ ചോദിച്ചത്, ഇനി ഭരണം അത് കേവലം 6-7 മാസം മാത്രം അവശേഷിക്കുന്നു, 180 ദിവസത്തിൽ താഴെ മാത്രം അവശേഷിക്കുന്ന ഒരു ഭരണകാലത്ത് ഇങ്ങനെ ഒരാഗോള അയ്യപ്പ സംഗമം അത് ശബരിമലയുടെ വികസനത്തിന് വേണ്ടി വിളിക്കുന്നതിലെ യുക്തി എന്ത്? ഈ 3 കാര്യങ്ങളാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഈ 3 കാര്യങ്ങൾക്ക് മറുപടി ലഭിക്കാത്തത് കൊണ്ട് മാത്രമാണ് UDF ഇത് ബഹിഷ്കരിച്ചത്. ആ ബഹിഷ്കരണ കാരണത്താൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ഇനി അതിൽ സുകുമാരൻ സാറിന് ഞങ്ങൾ ബഹിഷ്കരിച്ചതിനെ കുറിച്ച്, അല്ലെ കോൺഗ്രസും UDFും ബഹിഷ്കരിച്ചതിനെ കുറിച്ച് അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് പറയാം. അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുകയാണ്. ഈ കാര്യത്തിൽ ഞങ്ങളുടെ നിലപാട്, സുവ്യക്തമായ നിലപാട്, അത് നിലനിൽക്കുകയാണ്. അതിലിപ്പോൾ NSS ജനറൽ സെക്രട്ടറി എന്ത് നിലപാട് പറഞ്ഞാലും നിങ്ങളുടെ നിലപാടിൽ അതിലൊരു മാറ്റവും സംഭവിക്കുകയില്ല. ശ്രീ M ജയചന്ദ്രൻ, NSS എന്താണ് ഇങ്ങനെ ആടിക്കളിക്കുന്നത്? നേരത്തെ അവർ പിണറായി സർക്കാരിനെതിരെയായിരുന്നു, സമരം നയിച്ചതാണ്. സർക്കാർ ഒരു നിലപാട് മാറ്റവും വരുത്തിയിട്ടില്ല, എങ്കിൽ പോലും സർക്കാർ നിലപാട് മാറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് NSS ഇപ്പോൾ സർക്കാരിന് പൂർണ്ണ പിന്തുണ കൊടുക്കുന്നത്. അപ്പോൾ സർക്കാർ ദേവസ്വം മന്ത്രി വഴി ഒരു ഉറപ്പ് NSS ജനറൽ സെക്രട്ടറിക്ക് കൊടുത്തിരുന്നോ? യുവതീ പ്രവേശന വിഷയത്തിൽ സർക്കാർ നിലപാട് മാറ്റിയിട്ടുണ്ട്, യുവതീ പ്രവേശനത്തിന് എതിരായി സർക്കാരിൻ്റെ നിലപാട് അറിയിച്ചിട്ടുണ്ട് എന്ന്. അങ്ങനെയാണല്ലോ അങ്ങനെയാണെങ്കിലേ NSSന് ഇതിൽ സർക്കാരിന് അനുകൂലമായി നിലപാടെടുക്കാൻ പറ്റുകയുള്ളൂ. പക്ഷേ ദേവസ്വം മന്ത്രി പറഞ്ഞത് ഒരു നിലപാടും അയ്യപ്പ സംഗമത്തിൽ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടി സമുദായ സംഘടനകൾക്ക് കൊടുത്തിട്ടില്ല എന്നാണ്. അത് NSSനും കൊടുത്തിട്ടില്ല, SNDPക്കും കൊടുത്തിട്ടില്ല, KPMSനും കൊടുത്തിട്ടില്ല എന്ന് ദേവസ്വം മന്ത്രി പറഞ്ഞ കാര്യമാണ്. പക്ഷേ ഇവിടെ NSS ജനറൽ സെക്രട്ടറി മറിച്ചാണ് പറയുന്നത്, ഉറപ്പ് കിട്ടിയെന്നാണ്. അതെ മഞ്ജുഷേ, ഇപ്പോ പ്രിയ സുഹൃത്ത് സേനാപതി വേണു ഒരു കാര്യം പറഞ്ഞല്ലോ, യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട കേസുകൾ അടക്കമുള്ള കാര്യങ്ങൾ. അതിലേക്ക് വരാം. അതിനു മുമ്പ് ഈ മാസം അസംബ്ലി ചേർന്നപ്പോ ഇനി 29 ഉള്ളൂ. പക്ഷെ 17-ാം തീയതി, ഈ മാസം 17-ാം തീയതി അസംബ്ലിയിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നേ. ചോദ്യം ചോദിച്ചത് അന്നത്തെ ചോദ്യോത്തരവേള മുഴുവനും നമ്മുടെ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട ഈ പുതിയ കാര്യങ്ങളും പഴയ കാര്യങ്ങളുമായിരുന്നു. അതില് കോൺഗ്രസ് MLA ആയിട്ടുള്ള ഉമാ തോമസിന്റെ ഒരു ചോദ്യം, ഞാൻ ചോദ്യവും മറുപടിയും വായിക്കാം. അപ്പൊ താങ്കളെ സേനാപതി വേണുവിനൊക്കെ എത്ര ഗുരുതരമായിട്ടാണ് KPCCയിൽ ആവശ്യമായ ഫീഡ്ബാക്സ് കൊടുക്കാത്തതെന്ന് ആലോചിച്ച് നോക്കണം. ഞാനത് വായിക്കാം, ചോദ്യവും മറുപടിയും കേട്ടോ. ചോദ്യം ഇതാണ്. ചോദ്യം ശ്രീമതി ഉമാ തോമസ്, ശബരിമലയിലെ യുവതീ പ്രവേശനം സംബന്ധിച്ച് 2011-2016 കാലയളവിലെ സർക്കാർ നൽകിയ സത്യവാങ്മൂലം മുൻ സർക്കാർ, അതായത് 2016-21 പിണറായി വിജയൻ സർക്കാർ തിരുത്തി നൽകിയിട്ടുണ്ടോ? 2011-2016 കാലയളവിലെ സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിന്റെയും മുൻ സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിന്റെയും പകർപ്പ് ലഭ്യമാക്കാമോ? മറുപടി ശ്രീ VN വാസവൻ. ശബരിമല യുവതീ പ്രവേശനം സംബന്ധിച്ച് 2011-2016 കാലയളവിൽ അന്നത്തെ സർക്കാർ നൽകിയ അഡീഷണൽ സത്യവാങ്മൂലം മുൻ സർക്കാർ തിരുത്തി നൽകിയിട്ടില്ല. അതായത് പിണറായി വിജയൻ സർക്കാർ തിരുത്തി നൽകിയിട്ടില്ല. 2011-2016 കാലയളവിലെ സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിന്റെ പകർപ്പ് അനുബന്ധമായി ചേർക്കുന്നു. ആ അനുബന്ധവും എൻ്റെ ഉണ്ട്, അതിവിടെ വായിക്കാൻ സമയമില്ലല്ലോ, അതുകൊണ്ട് അത് വായിക്കുന്നില്ല. അപ്പോ താങ്കൾ പറഞ്ഞ ഞങ്ങൾക്ക് ചില ചോദ്യങ്ങളുണ്ട്, 3 ചോദ്യങ്ങൾ പറഞ്ഞല്ലോ. അത് 3-ൽ 1-ാമത്തെ ചോദ്യം നമ്മൾ ഒഴിഞ്ഞല്ലോ. കാരണം ചോദിച്ചത് കോൺഗ്രസ് നേതാവായിട്ടുള്ള MLA ഉമാ തോമസ്, ശ്രീമതി ഉമാ തോമസ് ആണ്. അവരുടെ ചോദ്യത്തിന് ദേവസ്വം മന്ത്രി മറുപടി പറഞ്ഞതാണ് ഞാൻ വായിച്ചത്. ഇത് താങ്കളുടെ പാർട്ടി പ്രതിപക്ഷ നേതാവടക്കം മറ്റേ MLA മാരെല്ലാം ഉണ്ടല്ലോ, ഒരു പ്രയാസമില്ലാതെ കിട്ടുന്നതാണ്. അല്ല, ഞാൻ പറഞ്ഞു അത് നിയമസഭയെ ഒരു തരത്തിൽ പറഞ്ഞാൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണല്ലോ. ഉമ്മൻചാണ്ടി സർക്കാരിന് നിലപാടായിരുന്നില്ലല്ലോ ശരിക്കും പറഞ്ഞാൽ ഒന്നാം പിണറായി സർക്കാരിന്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണല്ലോ സുപ്രീം കോടതിയിൽ നിന്ന് ആ ഉത്തരവ് വരാനുള്ള കാരണം. അതിനകത്ത് സാങ്കേതികത്വത്തിൻ്റെ ചുവട് പിടിച്ചാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു മറുപടി നൽകിയത്. അത് ഉമാ തോമസിൻ്റെ ചോദ്യത്തിനല്ല. ആ മറുപടി നൽകിയിരിക്കുന്നത് CR മഹേഷിൻ്റെയും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെയും IC ബാലകൃഷ്ണൻ്റെയും എൽദോസ് P കുന്നപ്പിള്ളിയുടെയും ചോദ്യങ്ങൾക്കാണ്. നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യമായിരുന്നു. ചോദ്യം നമ്പർ 54 14-ാം സമ്മേളനത്തിൽ ചോദിച്ചു. എൻ്റെ കയ്യിലുണ്ടത് 17/9/2025 മറുപടിയാണ്. അതിലാണ് ശബരിമലയിലെ യുവതീ പ്രവേശനത്തെ കുറിച്ച്
ഈ 17/9 തന്നെ നക്ഷത്ര ചിഹ്നം ഇല്ലാത്ത ചോദ്യം നമ്പർ 832 832. അതാണ് താങ്കൾ വായിച്ചല്ലേ? ചോദ്യം. ശരി, ഞാൻ നക്ഷത്ര ചിഹ്നപ്പെട്ട ചോദ്യം നമ്പർ 54 വായിക്കുന്നത്. അത് ഇതേ ചോദ്യം തന്നെയായിരുന്നു. ശബരിമലയിലെ യുവതീ പ്രവേശനത്തെ കുറിച്ച് 2011-14 സർക്കാർ നൽകിയ സത്യവാങ്മൂലം 2016-2021 സർക്കാർ തിരുത്തി നൽകിയിട്ടുണ്ടോ എങ്കിൽ വിശദമാക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ഉത്തരം യുവതീ പ്രവേശനം സംബന്ധിച്ച് 2011-16 കാലയളവിലെ സർക്കാർ നൽകിയ അഡീഷണൽ സത്യവാങ്മൂലം മുൻ സർക്കാർ തിരുത്തി നൽകിയിട്ടില്ല എന്നാണ്. താങ്കൾ വായിച്ച ഉത്തരവും ചോദ്യവും അത് തന്നെയാണ് ഞാൻ വായിച്ചതും. അത് പക്ഷേ മറ്റൊരു ചോദ്യത്തിന് നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യം നമ്പർ 54 മറുപടിയായി എന്നേ ഉള്ളൂ. പക്ഷെ ചോദ്യവും ഉത്തരവും ഒന്ന് തന്നെയാണ്. ഇത് ശരിക്കും തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. VS സർക്കാർ നൽകിയ സത്യവാങ്മൂലമാണ് ശരിയെന്ന് പിണറായി സർക്കാർ സത്യവാങ്മൂലം നൽകിയതാണ് സാർ. അല്ല, ഈ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് താങ്കൾ പറയുമ്പോൾ അത് മാത്രമല്ല എന്റെ കയ്യിലുള്ളത്. അന്നത്തെ ചീഫ് സെക്രട്ടറി നൽകിയ സത്യവാങ്മൂലത്തിന്റെ പകർപ്പിന്റെ ഉണ്ടെന്നേ. ഈ പകർപ്പുണ്ട്. അതിലെന്താ പറയണേ? അല്ല, അതിൽ വ്യക്തമായി പറയുന്നുണ്ട്. അതിൽ നമുക്ക് അതല്ല ചർച്ചാ വിഷയം, അതോടെ നിൽക്കട്ടെ. അതിൽ പറയുന്നത് പിണറായി സർക്കാരിന്റെ നിലപാട് എന്ന് പറയുന്നത് 2007 VS അച്യുതാനന്ദൻ സർക്കാർ കൊടുത്ത സത്യവാങ്മൂലം അതാണ് ശരിയെന്നാണ്. അതായത് ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്ത സത്യവാങ്മൂലം അത് വേണ്ട എന്നുള്ളതായിരുന്നു പിണറായി സർക്കാരിന്റെ നിലപാട്. കാരണം അന്ന് സുപ്രീം കോടതി ഒരു ചോദ്യം ചോദിച്ചിരുന്നു, സർക്കാർ മാറുന്നതിനനുസരിച്ച്, ഭരണം മാറുന്നതിനനുസരിച്ച് നിങ്ങളിങ്ങനെ സത്യവാങ്മൂലം മാറ്റി നൽകിയാൽ എന്താണ് സർക്കാരിന്റെ നിലപാട് യുവതീ പ്രവേശനത്തെക്കുറിച്ച്? വിധി വരുന്നതിന് 1 വർഷം മുൻപാണ് ഇങ്ങനെ ഒരു ചോദ്യം ഉന്നയിച്ചത്. അപ്പോഴാണ് പറഞ്ഞത് ഞങ്ങൾ VS സർക്കാരിന്റെ കാലത്തെ സത്യവാങ്മൂലത്തെയാണ് ആശ്രയിക്കുന്നതെന്ന്. അതായത് യുവതീ പ്രവേശനം ആവാം എന്നായിരുന്നു നിലപാട്. എന്നിട്ടിപ്പോൾ നിയമസഭയിൽ വന്ന് പറയുകയാണ് ഞങ്ങൾ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ സത്യവാങ്മൂലത്തിനൊപ്പമായിരുന്നു, ഞങ്ങൾ മാറ്റി നൽകിയിട്ടില്ല എന്ന്. എന്തൊരു തെറ്റിദ്ധരിപ്പിക്കലാണിത്! ഇങ്ങനെയുള്ള ഉറപ്പൊക്കെയാണോ NSS ജനറൽ സെക്രട്ടറി കൊടുത്തിരിക്കുന്നത്? എന്നിട്ട് അദ്ദേഹം തൊണ്ട വീഴാതെ അത് വിഴുങ്ങുകയും ചെയ്തു. അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ മഞ്ജുഷ ശ്രമിച്ചാൽ ഞാൻ അല്പം പോലും വഴങ്ങില്ല. കാരണം താങ്കളുടെ കൊളീഗ്സിനോട് നാളെ തന്നെ പറയൂ, പ്രിവിലേജ് മോഷൻ കൊടുക്കാൻ പറയൂ, പിന്നെ പ്രതിപക്ഷ MLA-മാരോട്, ഇൻക്ലൂഡിംഗ് പ്രതിപക്ഷ നേതാവിനോട് പറയൂ. അവകാശ ലംഘനമല്ലേ അങ്ങനെയാണെങ്കിൽ ഗവൺമെന്റ് ചെയ്തിരിക്കുന്നത്? അവകാശ ലംഘന നോട്ടീസ് കൊടുക്കാൻ പറയൂ. ഞാൻ പറഞ്ഞ അവിടെ ഒരു സാങ്കേതികത്വത്തിന്റെ ചുവട് പിടിച്ചു. അല്ല, അവിടെ ഒരു സാങ്കേതികത്തിന്റെ ചുവട് ഉമ്മൻചാണ്ടി സർക്കാർ അല്ല എങ്കിൽ താങ്കൾക്ക് പറയാമോ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ നിലപാടാണ് പിണറായി സർക്കാരിന് സുപ്രീം കോടതിയിൽ പിണറായി സർക്കാർ എടുത്തത് എന്ന് ഉറപ്പിച്ചു പറയാൻ താങ്കൾക്ക് കഴിയുമോ യുവതീ പ്രവേശനത്തിൽ? അല്ല, ഞാൻ പറഞ്ഞില്ല, എനിക്ക് അതിനെ സംബന്ധിച്ച് വിശദമായി ഡിബേറ്റ് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും എന്റെ കയ്യിലുണ്ട്. എന്നാൽ എന്റെ കയ്യിൽ ഒരു കാര്യമുണ്ട്. എന്റെ കയ്യിൽ 2018 സുപ്രീം കോടതി വിധിയുണ്ട്. അതിനകത്ത് വിധിന്യായത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് സർക്കാരിന്റെ നിലപാട് എന്തായിരുന്നു എന്ന്. അല്ല, നമ്മുടെ ഈ ചർച്ചാ വിഷയം അതല്ലാത്തതുകൊണ്ട് അല്ല, താങ്കൾ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് താങ്കൾ എന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്തു. ഞാൻ എന്തോ തെറ്റ് പറഞ്ഞു എന്നാണ്. ഞാൻ കൃത്യമായിട്ട് പറയുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ നിലപാടായിരുന്നില്ല ഒന്നാം പിണറായി സർക്കാരിനെ എന്ന്. അത് ഉറപ്പിച്ച് സുപ്രീം കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. VS-ന്റെ കാലത്തെ നിലപാടായിരുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. അതല്ല എന്ന് താങ്കൾക്ക് സമർത്ഥിക്കാൻ പറ്റുമോ? അല്ല, താങ്കൾ തെറ്റ് പറഞ്ഞു എന്നല്ല ഞാൻ പറഞ്ഞത്. മഞ്ജുഷ പറഞ്ഞത് ശരിയല്ലെന്നാ പറഞ്ഞത്. കാരണം ഒരു സർക്കാർ തെറ്റിദ്ധരിപ്പിക്കുകയാണ് സഭയെ എന്ന് പറഞ്ഞത് ഞാനല്ല. അതല്ലാതെ എന്താണ് സാങ്കേതികത്വത്തിൽ അതിൽ നമുക്ക് ഊന്നി പറയാം. ശരിയാണ്, സത്യവാങ്മൂലം കൊടുത്തിട്ടില്ലായിരിക്കാം, പക്ഷെ തിരുത്തി നൽകിയോ? VS സർക്കാരിന്റെ കാലത്തെ നിലപാടാണെന്ന് പറഞ്ഞു. ഞാൻ ആ സുപ്രീം കോടതി വിധിയിൽ പറഞ്ഞ കാര്യം തന്നെ ഞാൻ എടുത്തു പറയാം. സബ്മിഷൻ ഓൺ ബിഹാഫ് ഓഫ് റെസ്പോണ്ടന്റ് നമ്പർ 1 എന്നാണ് ആ വിധിന്യായത്തിൽ തന്നെ 28-ാം പേജിൽ പറയുന്നത്. അതായത് റെസ്പോണ്ടന്റ് നമ്പർ 1 എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരാണ്. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് സ്റ്റേറ്റ് ഓഫ് കേരള ദ ഫസ്റ്റ് റെസ്പോണ്ടന്റ് ഹിയറിൻ ആസ് ഇൻഡിക്കേറ്റഡ് ഏർലിയർ ഹാഡ് ടേക്കൻ കോൺട്രറി സ്റ്റാൻഡ്സ് അറ്റ് ഡിഫറെന്റ് ടൈംസ് എന്നുള്ളതാണ്. വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിച്ചു പല ഘട്ടങ്ങളിലുമെന്ന്. ആൻഡ് അഫിഡവിറ്റ് വാസ് ഫയൽഡ് ഓൺ 13/11/2007 അച്യുതാനന്ദ സർക്കാരിന്റെ കാലത്ത് വിച്ച് ഇൻഡിക്കേറ്റഡ് ദാറ്റ് ഗവൺമെന്റ് വാസ് നോട്ട് ഇൻ ഫേവർ ഓഫ് ഡിസ്ക്രിമിനേഷൻ ടുവേർഡ്സ് എനി വുമൺ ഓർ എനി സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി. അതായത് യുവതീ പ്രവേശനത്തിന് അനുകൂലമാണ്, അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ സർക്കാർ സമ്മതിക്കുകയില്ല എന്ന്. ദ സെഡ് സ്റ്റാൻഡ് വാസ് ചേഞ്ച്ഡ് ഇൻ ദ അഫിഡവിറ്റ് ഡേറ്റഡ് 5/2/2016. അതായത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലത്ത് 2016 ഫെബ്രുവരിയിൽ ആ സ്റ്റാൻഡ് ചേഞ്ച് ചെയ്തു. എന്തായിരുന്നു ആ സ്റ്റാൻഡ്? ടേക്കിംഗ് ദ സ്റ്റാൻഡ് ദാറ്റ് ദ ഏർലിയർ അഫിഡവിറ്റ് വാസ് കോൺട്രറി ടു ദ ജഡ്ജ്മെന്റ് ഓഫ് ദ കേരള ഹൈക്കോർട്ട് ഓൺ 7/1/2016 ഓൺ എ ക്വറി ബീയിങ് മേഡ് ബൈ ദ കോർട്ട്. അതായത് ആ സ്റ്റാൻഡിൽ ചേഞ്ച് വന്നു, അത് ഹൈക്കോർട്ട് ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ആ സ്റ്റാൻഡ് മാറ്റിയത് എന്ന് ഉമ്മൻചാണ്ടി സർക്കാർ നിലപാടെടുത്തു. അതും കഴിഞ്ഞ് the Council for the State submitted that it wanted to place reliance on the original affidavit dated 13/11/2007. ഇത് എന്നാണ്?
നവംബർ മാസത്തിൽ 2016 നവംബർ മാസത്തിൽ പിണറായി സർക്കാർ അധികാരമേറ്റ ശേഷം പറഞ്ഞു ഞങ്ങൾ ആശ്രയിക്കുന്നത് ഇറ്റ് വാണ്ടഡ് ടു പ്ലേസ് റിലയൻസ് ഓൺ ദ ഒറിജിനൽ അഫിഡവിറ്റ് ഡേറ്റഡ് 13/11/2007. അത് ആരുടെ കാലത്ത് കൊടുത്ത സത്യവാങ്മൂലമാണ്? VSന്റെ കാലത്ത് കൊടുത്ത സത്യവാങ്മൂലമാണ്. അതിനെയാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത്, ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ സത്യവാങ്മൂലത്തെ ആണോ സംസ്ഥാന സർക്കാർ, പിണറായി സർക്കാർ വിശ്വസിക്കുന്നതും അതിനെയാണോ എൻഡോഴ്സ് ചെയ്തതും? അല്ല. അപ്പോൾ നിയമസഭയിൽ പറഞ്ഞത് എന്താണ്? സാങ്കേതികമാണ്, ശരിയായിരിക്കും, സത്യവാങ്മൂലത്തിന്റെ രൂപത്തിൽ കൊടുത്തിട്ടില്ലായിരിക്കും, സ്റ്റാൻഡ് ക്ലിയർ ചെയ്തിട്ടുണ്ട് സാർ അവിടെ. VSന്റെ കാലത്തെ സത്യവാങ്മൂലം, അതായത് യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്ന സത്യവാങ്മൂലത്തെയാണ് ഞങ്ങൾ എൻഡോഴ്സ് ചെയ്യുന്നത് എന്ന്. അതെ, മഞ്ജുഷിന്റെ ചോദ്യത്തിനാണല്ലോ മഞ്ജുഷ് ഞാൻ മറുപടി പറയുന്നത്. ഇത് നമ്മുടെ വിഷയം വേറെയുമാണ്. അപ്പൊ അതിൽ വന്ന ഒരു ഭാഗമാണിത്. നിൽക്കട്ടെ, ഞാൻ താങ്കൾക്ക് പിന്നെ അഫിഡവിറ്റിന്റെ പൂർണ്ണമായ സംഗതികൾ ഇത് കഴിഞ്ഞിട്ട് താങ്കൾക്ക് ഞാൻ അയച്ചു തരാം. അതിൽ പ്രശ്നമൊന്നുമില്ല, തർക്കവുമില്ല. അത് താങ്കൾ വായിച്ചു നോക്കിയിട്ട് നമുക്ക് വേറൊരു സമയം തീരുമാനിച്ചോളൂ. ഞാൻ റെഡിയാണ്. അത് മാത്രമാണ് ചർച്ചയെങ്കിൽ. ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ വിഷയം അതല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. പിന്നെ ചോദിച്ചത് സുകുമാരനാരുടെ പ്രശ്നമാണല്ലോ. അദ്ദേഹം എന്താണ് പറയുന്നത്? ശബരിമലയുടെ പഴക്കമുള്ള ആചാരങ്ങളും പാരമ്പര്യങ്ങളും എന്ത് വില കൊടുത്തും സംരക്ഷിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. സ്ത്രീ പ്രവേശനത്തിൽ സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചപ്പോൾ NSS മാത്രം, അത് അണ്ടർലൈൻഡ് ആണ്, NSS മാത്രം നാമജപ ഘോഷയാത്രകളുടെ രൂപത്തിൽ പ്രതിഷേധം ആരംഭിച്ചു. കോൺഗ്രസും BJPയും അന്ന് അതിൽ ചേർന്നില്ല. കോൺഗ്രസും BJPയും അന്ന് നാമജപ പ്രതിഷേധ ഘോഷയാത്രകളിൽ ചേർന്നില്ല. വിശ്വാസികൾ കൂട്ടത്തോടെ പങ്കെടുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ശേഷമാണ് അവർ പിന്നീട് ചേർന്നത്. ഇപ്പോ സേനാപതി വേണു ഇംഗ്ലീഷിൽ വായിച്ചതിന്റെ ആ ടെക്സ്റ്റിന്റെ പരിഭാഷയാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞത് ഇപ്പൊ, കേട്ടോ. അപ്പൊ അതാണ് പിന്നെ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഫലത്തെ നിങ്ങൾ NSS എങ്ങനെ കാണുന്നു എന്നുള്ളതാണല്ലോ ശ്രീജിത്തിന്റെ ചോദ്യം വരുന്നത്. ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞാണ് ഞാനിപ്പോ അങ്ങോട്ട് പറഞ്ഞത്. അപ്പൊ ഇതാണ് അദ്ദേഹത്തിന്റെ നിലപാട്. അതാണ്. അപ്പൊ ആ നിലപാട് മുഖ്യമന്ത്രിയോട് കൺസൾട്ട് ചെയ്തതിനു ശേഷം പിന്നെ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി എന്ന് പറഞ്ഞാൽ ഈ സർക്കാരിന്റെ കാലത്ത് 16-21 21-25 കാലത്ത് അതിനിടയിലെപ്പോഴും ആണ് NSS ജനറൽ സെക്രട്ടറി അത് ബോധ്യപ്പെടുത്താൻ ഇദ്ദേഹം ചെന്നത്. വാസവൻ ചെന്നതെന്നുള്ളത് വ്യക്തമാണല്ലോ. മന്ത്രി വാസവൻ എടുത്തു പറയുമ്പോൾ ഈ സർക്കാരിന്റെ കാലത്താണ് ഈ വിശ്വാസത്തിൽ അദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടായത് എന്നുള്ളത് വളരെ സ്പഷ്ടമായിട്ട് തന്നെ പറയുകയാണ്. അതാണ് കാര്യം. അപ്പോ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഞാൻ ഇന്നലെ മറ്റൊരു ചാനലിൽ പറഞ്ഞ കാര്യമാണിത്. അന്നത്തെ പ്രശ്നം നാമജപ ഘോഷയാത്ര നടത്തിയത് NSS ആണ്. അന്ന് ജന്മഭൂമിയിൽ 2018 സെപ്റ്റംബർ 28 ഈ വിധി വരുന്നത് പിറ്റേ 29 തീയതി ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ജിതിൻ ദേവ്, നിങ്ങൾ വെള്ളം കോരിയത് വെറുതെയായി പോയി അല്ലേ? കാരണം നിങ്ങൾ പറയുന്നു പമ്പയിലെ സംഗമം എന്ന് പറയുന്നത് അവിശ്വാസികൾ വിളിച്ചു ചേർത്ത സമ്മേളനമാണെന്ന്. പക്ഷേ അങ്ങനെയല്ല. ഇപ്പോൾ NSS, SNDP, KPMS ഇവരൊക്കെ ഇതിനെ കാണുന്നത് ഇത് ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയുള്ളതാണെന്നാണ്. പ്രത്യേകിച്ച് NSS ആചാര അനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കുന്നത് പിണറായി സർക്കാരാണെന്ന് അടിവരയിട്ട് പറഞ്ഞിരിക്കുകയാണ്. മഞ്ജുഷ്, ഞാൻ അങ്ങയുടെ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് നോക്കൂ, ഈ സംഗമം കഴിഞ്ഞിട്ട് ഇപ്പൊ 3 ദിവസം പിന്നിടുന്നു. ഇന്ന് ഡേറ്റ് 23 ഈ സംഗമം നടക്കുന്നതിന് മുമ്പ് കേരളത്തിന്റെ ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒക്കെ അവകാശപ്പെട്ടത് ശബരിമലയിലെ മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നിക്ഷേപിക്കാൻ അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് ചെയ്യാൻ സന്നദ്ധരായിട്ടുള്ള 100 കണക്കിന് വിദേശ പ്രതിനിധികൾ ഉൾപ്പെടെ ഈ സംഗമത്തിൽ പങ്കെടുക്കുമെന്നും അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഈ സംഗമത്തിൽ വെച്ച് പറയുമെന്നാണ് ഇന്ന് അവകാശപ്പെട്ടത്. ഈ സംഗമത്തിന് മുമ്പ് നോക്കൂ, സംഗമം കഴിഞ്ഞ് 72 മണിക്കൂർ പിന്നിട്ടതിന് ശേഷം ഇന്നേ വരെ മാധ്യമങ്ങൾ ആവർത്തിച്ച് ആവശ്യപ്പെട്ടണക്ക പോലും ഇതിന്റെ രജിസ്ട്രേഷൻ ബുക്ക് പോലും പുറത്തുവിടാൻ ദേവസ്വം ബോർഡിനോ അല്ലെങ്കിൽ ദേവസ്വം വകുപ്പിനോ മന്ത്രിക്കോ സാധിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അല്ല ഇപ്പൊ ഈ രജിസ്ട്രേഷൻ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഈ ഹാജർ ബുക്ക് ഉണ്ടാക്കുന്ന തിരക്കിലാണെന്ന് തോന്നുന്നു. കാരണം ഇതുവരെ അവർക്കത് പുറത്തുവിടാൻ സാധിച്ചിട്ടില്ല. 180ഓളം വിദേശ പ്രതിനിധികൾ ഉൾപ്പെടെ 4160 എന്നൊരു സംഖ്യ പറഞ്ഞ് ജനങ്ങളിലേക്ക് ഫീഡ് ചെയ്യാൻ CPM-ന്റെ നേതാക്കൾ ശ്രമിക്കുന്നതിനപ്പുറത്ത് ഈ 180 പ്രതിനിധികൾ ആരാണ് എന്ന് പറയാൻ പോലും ഇവർക്ക് സാധിച്ചിട്ടില്ല. ഈ സംഗമത്തിന്റെ ബാക്കി പത്രമായി ഒരു 18-അംഗ സമിതി ഉണ്ടാക്കി എന്നതിനപ്പുറത്ത് ഇതിലെ മാസ്റ്റർ പ്ലാനിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ശബരിമലയുടെ വികസനത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ശബരിമലയിലെ സുരക്ഷയെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ നടന്നതിന്റെ ഒന്നും ഒരു വിശദാംശങ്ങൾ ഇതുവരെ പുറത്തേക്ക് പറയാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല.
അപ്പോ മുൻപ് BJP പറഞ്ഞതുപോലെ തന്നെ ഇത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം മുൻവെച്ചുകൊണ്ടുള്ള ഒരു കപട സംഗമമാണെന്നാണ് ഇതിൽ നമുക്ക് തെളിവാകുന്നത്. കാരണം അവിടെ നിന്ന് ഇപ്പൊ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പം വളരെ ട്രെൻഡിങ് ആയിട്ട് പോവുകയാണ്. അവിടെ നിന്ന് ഉപയോഗിക്കാതെ പോയ ടാഗിന്റെയും അതേപോലെ തന്നെ തയ്യാറാക്കിയ ബാഡ്ജും ഒക്കെ കെട്ടുകണക്കിന് കൊണ്ടുവന്ന് തമിഴ്നാട്ടുകാരെ ഉപയോഗിച്ച് കത്തിച്ചു കളയുന്നതിന്റെയൊക്കെ വീഡിയോ ഫൂട്ടേജ് യൂട്യൂബ് മാധ്യമങ്ങൾ ഉൾപ്പെടെ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ സംഗമം പൊളിഞ്ഞുകൂടി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് ശ്രമിച്ചത്. പിന്നെ ശ്രീ NSS അങ്ങ് ചോദിച്ചതുപോലെ NSSന്റെയും SNDPയുടെ ഒക്കെ പ്രതിനിധികൾ പങ്കെടുത്തു. അവിടെ NSSന്റെ പിന്നെ ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായർ അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസ് കൊടുത്ത ഇന്റർവ്യൂ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് ശ്രീ M ജയചന്ദ്രനോട് വായിച്ചിട്ടില്ല. They also assured us the customs will be protected and they won't do anything against it. The assurance was conveyed by Devasam Minister VL Vasavan with the Chief Minister's knowledge. മുഖ്യമന്ത്രിയുടെ അറിവോടെ ഈ കാര്യം ദേവസ്വം മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ആ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നത്. എന്റെ ഈ കാര്യം പൊതുസമൂഹത്തിൽ മുഴുവൻ അയ്യപ്പ വിശ്വാസികളോട് തുറന്നു പറയാൻ CPM സാധിക്കുന്നില്ല. ഇവിടെ ഇപ്പൊ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് അല്ല, അതിന് ഉദാഹരണം അത് എന്താണെന്ന് ഇപ്പോൾ M ജയചന്ദ്രൻ പറയുന്നത് ഇതാണ്. താങ്കൾ പറയാൻ ഉദ്ദേശിച്ചത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ സത്യവാങ്മൂലമാണ് ശരിയെന്ന്. അല്ല, അത് മാറ്റം വരുത്തിയിട്ടില്ല എന്ന്. അല്ലല്ല, ഉമ്മൻചാണ്ടിയെ വിടൂ, ശ്രീ VS അച്യുതാനന്ദനെ ശ്രീ ഉമ്മൻചാണ്ടിയെ വിട്ടേക്കൂ. പിണറായി വിജയൻ സർക്കാരിന്റെ യുവതീ പ്രശ്നത്തിൽ എന്താണ് നിലപാട്? യുവതീ പ്രവേശന വിഷയത്തിൽ പിണറായി വിജയൻ സർക്കാരിന്റെ നിലപാട് ഇപ്പോൾ എന്താണ് എന്ന് പറയാൻ ഇടതുപക്ഷ പ്രതിനിധിക്ക് സാധിക്കുമോ? ശ്രീ M ജയചന്ദ്രന് സാധിക്കുമോ? അദ്ദേഹം തുറന്നു പറയട്ടെ, എന്താണ് നിങ്ങളുടെ നിലപാട്? അത് പറയാൻ അദ്ദേഹം തയ്യാറാവണ്ടേ? അപ്പോ ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം മുതൽ പറയുന്നത് പോലെ ഒരു രാഷ്ട്രീയ ഇരട്ടത്താപ്പ് മുൻവെച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ സംഗമമാണ് അവിടെ നടന്നത്. LDFന്റെ ഒരു സംഗമമാണ് അവിടെ നടന്നത്. അതൊരു അടവ് നയമാണെന്ന് അറിയാമല്ലോ ശ്രീ ജിതിൻ, അതൊരു അടവ് നയമാണെന്ന് അറിയാം. പക്ഷെ ആ അടവ് നയത്തിൽ ആ അടവ് നയത്തെ ഹിന്ദു സമുദായത്തിലെ പ്രധാനപ്പെട്ട സംഘടനകൾ അംഗീകരിച്ചിരിക്കുകയാണെന്നേ, സമുദായ സംഘടനകൾ അംഗീകരിച്ചിരിക്കുകയാണ്. അതാണ് ഇവിടുത്തെ വിഷയം. മഞ്ജുഷേ, ഇവരെ സംബന്ധിച്ച് ഇതെല്ലാം NSS ജനറൽ സെക്രട്ടറി കൃത്യമായി പറയുകയാണല്ലോ, സ്ത്രീ പ്രവേശനം LDF സർക്കാർ നടപ്പാക്കിയില്ല എന്ന് തന്നെ ഇന്റർവ്യൂ പറയുന്നത്. അതിനൊരു കാരണം എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ ഇപ്പോഴും യുവതീ പ്രവേശനം സാധ്യമാണ്. അല്ല, സുപ്രീം കോടതി സ്റ്റേ നൽകിയിട്ടില്ല. സുപ്രീം കോടതി പുനഃപരിശോധനാ ഹർജികളിലെ പരിഗണനാ വിഷയങ്ങൾ തീരുമാനിക്കാൻ. അപ്പോൾ വേണമെങ്കിൽ ഇപ്പോഴും നടത്താം, ഇപ്പോഴും ആക്ടിവിസ്റ്റുകളെ കൊണ്ടുവന്ന് അവിടെ കയറ്റാം. പക്ഷെ ചെയ്യുന്നില്ലെന്നേ. മഞ്ജുഷ, യുവതീ പ്രവേശനം നടപ്പിലാക്കിയിട്ടില്ല. ആ M ജയചന്ദ്രൻ സാറിനോട് ഒന്ന് ചോദിക്കൂ. 2019 ജനുവരി മാസം 2-ാം തീയതി ആരെയാണ് നിങ്ങൾ കൊണ്ടുപോയത്? ചന്ദ്രനിൽ നിന്നുള്ള ബഹിരാകാശ സഞ്ചാരികളെ ചന്ദ്രനിൽ നിന്ന് 5 ഗ്രഹജീവികളാണ് അവിടെ കൊണ്ടുപോയത് നിങ്ങൾ. അതിനുശേഷം അതിപ്പോൾ NSS ജനറൽ സെക്രട്ടറി മറന്നു അല്ലേ? ഇതാണ് മഞ്ജുഷ വോട്ട് ബാങ്ക് രാഷ്ട്രീയം. ഇവർക്ക് ആവശ്യമുള്ള സമയത്ത് സമുദായ സംഘടനാ നേതാക്കന്മാരെ എല്ലാം പ്രീണിപ്പിക്കാനുള്ള മാർഗങ്ങൾ ഇവർ നോക്കും. ഇവർക്ക് ആവശ്യമില്ലാത്ത സമയത്ത് വരെ നികൃഷ്ടജീവി എന്നും മാടമ്പി എന്നൊക്കെ വിളിക്കും. ഇങ്ങനെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു മുന്നണിയായിട്ട്, ഒരു പാർട്ടിയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ തെളിവല്ലേ ഇത്? അവരുടെ ആശയമായിട്ടോ ആശയ സംഹിതയായിട്ടോ വൈരുദ്ധാത്മിക ഭൗതികവാദമായിട്ടോ എന്തെങ്കിലും ബന്ധമുള്ള കാര്യങ്ങളാണോ ഇവർ ചെയ്യുന്നത്? തെറ്റ് തിരുത്തിയതിനാൽ അത് പ്രായശ്ചിത്തം എന്ന് ചോദിച്ചപ്പോൾ പ്രായശ്ചിത്തം എന്നൊന്നും കരുതണ്ട, തെറ്റ് തിരുത്തിയല്ലോ എന്നാണ് NSS ജനറൽ സെക്രട്ടറി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ തെറ്റ് തിരുത്തിയതിനെ നിങ്ങളും അംഗീകരിക്കുന്നുണ്ടോ? അല്ല, അനിൽ നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രധാനമായിട്ടും ഇന്ന് ബഹുമാനപ്പെട്ട NSSന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞൊരു കാര്യം, വാസവൻ മന്ത്രി മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടു കൂടി ശബരിമലയിൽ ഇനി ആചാര ലംഘനങ്ങൾ സംഭവിക്കില്ല, ശബരിമലയിലെ തനത് ആചാര രീതികൾ സംരക്ഷിക്കപ്പെടുമെന്നാണ് അദ്ദേഹം വാക്ക് കൊടുത്തതെന്നാണ് NSS ജനറൽ സെക്രട്ടറി പറഞ്ഞത്. ആ ഒരു സാഹചര്യത്തിനെ നമ്മൾ വിലയിരുത്തുമ്പോൾ ശബരിമലയിലെ യുവതീ പ്രവേശന സമയത്ത് നാമജപ ഘോഷയാത്രയാണ് നടത്തപ്പെട്ടത്. പക്ഷെ ആ നാമജപ ഘോഷയാത്രയെ തെറി ഘോഷയാത്രയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ശക്തികളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ എല്ലാവരും തന്നെ. അതിനെതിരായിട്ട് നവോത്ഥാന മതിൽ തീർത്തു. ഈ നവോത്ഥാന മതിലിന് വിളിച്ചുകൊണ്ടുപോയതിൽ അതിന് നേതൃത്വം നൽകിയ വ്യക്തികൾ ആരൊക്കെയാണ്? ശ്രീ രാമഭദ്രൻ, ശ്രീ പുന്നല ശ്രീകുമാർ തുടങ്ങിയ നേതാക്കന്മാരായിരുന്നു. അവരോട് അന്നേരം വഞ്ചനയല്ലേ പിണറായി സർക്കാർ കാണിക്കുന്നത്? NSSന്റെ നിലപാട് ശബരിമലയിലെ ആചാര ലംഘനം സംഭവിക്കരുതെന്നാണ്. ആചാര ലംഘനം എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? ശബരിമലയിലെ യുവതികളെ ഒന്നും പ്രവേശിപ്പിക്കരുത് എന്നായിരുന്നു NSS ഉൾപ്പെടെയുള്ള ഈ സമൂഹത്തിലെ ഹൈന്ദവ വിശ്വാസികളുടെ എല്ലാം പ്രധാനപ്പെട്ട ആവശ്യം.
ആ ആവശ്യം അംഗീകരിച്ചു എന്ന് പറയുമ്പോൾ ശബരിമലയിലെ യുവതികളെ കയറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നവോത്ഥാനത്തിന് വേണ്ടി മതിൽ തീർത്തു. കേരളത്തിലെ തെക്ക് മുതൽ വടക്ക് വരെ ഒരു നവോത്ഥാനവും കടന്നു ചെന്നിട്ടില്ലാത്ത ബുർഖയിട്ട തട്ടമിട്ട മുസ്ലിം പെൺകുട്ടികളെ അണിനിരത്തിക്കൊണ്ടായിരുന്നു ആ നവോത്ഥാന മതിലുണ്ടായത്. ആ നവോത്ഥാന മതിലിൽ പങ്കെടുത്ത ശ്രീ പുന്നല ശ്രീകുമാറിനോടും ശ്രീ രാമഭദ്രനോടും ഒക്കെ തന്നെ മാപ്പ് പറഞ്ഞതിന് ശേഷമല്ലേ ഈ കാര്യത്തിൽ വ്യക്തത നിങ്ങൾ ആശങ്കപ്പെടുന്നത് എന്തിനാണ്? അല്ല, നിങ്ങൾക്ക് എന്തായാലും പുന്നല ശ്രീകുമാറിന്റെയും രാമഭദ്രന്റെയും നിലപാടിനോട് ചേർന്ന് നിൽക്കാനാവില്ലല്ലോ. അപ്പോൾ സർക്കാർ ഒരു തെറ്റ് തിരുത്തുന്നത് നിങ്ങളോടൊപ്പം ചേർന്നുകൊണ്ടാണ്. നിങ്ങളുടെ അതേ നിലപാട് തന്നെ സർക്കാർ സ്വീകരിക്കുമ്പോൾ അതിനെ അംഗീകരിക്കുകയല്ലേ വേണ്ടത്? അതിൽ നിങ്ങൾ മറുവശത്തെ നോക്കി ആശങ്കപ്പെടേണ്ട കാര്യമില്ലല്ലോ. CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ഇരട്ടത്താപ്പും തട്ടിപ്പും തുറന്നു കാണിക്കുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ ഈ വാദം മുമ്പോട്ട് വെക്കുന്നത്. ഇവരെല്ലാ കാലത്തും ഇരട്ടത്താപ്പിന്റെ വക്താക്കൾ തന്നെയാണ്. ഇവർക്ക് വോട്ട് രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ. ഇവരെ പറ്റി പഠിക്കുമ്പോൾ വളരെ കൃത്യമായ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ശ്രീ പുന്നല ശ്രീകുമാർ ഇപ്പോഴത്തെ പരിപാടിയിൽ പങ്കെടുത്തല്ലോ. അദ്ദേഹത്തിന്റെ നിലപാട് എന്താണ്? അദ്ദേഹത്തിന് ഇതിനകത്ത് ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. നവോത്ഥാന മൂല്യ സംരക്ഷണത്തിൽ അതിലൊരു മാറ്റം ഉണ്ടാവുകയില്ല എന്നാണ് KPMS വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ടാവും. നവോത്ഥാനം എന്തിനായിരുന്നു? ശബരിമലയിലെ ആചാരങ്ങൾ ലംഘിക്കപ്പെടാൻ വേണ്ടിയുള്ള നവോത്ഥാനം അതിലാണ് സൃഷ്ടിക്കപ്പെട്ടത്. നാമജപ ഘോഷയാത്രക്കെതിരായിട്ടായിരുന്നു അത്. നാമജപ ഘോഷയാത്ര ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിക്കാനായിരുന്നുവെങ്കിൽ ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയൊരു നവോത്ഥാനമാണ്. ആ നവോത്ഥാന നായകനായി ശ്രീ പിണറായിയെ ചരിത്ര പാഠപുസ്തകങ്ങളിൽ വിശേഷിപ്പിക്കണം തുടങ്ങിയ ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ആ നവോത്ഥാനം അതിൽ സൃഷ്ടിക്കപ്പെട്ടത്. ഇത് ഹിന്ദുവിന്റെ മണ്ടയ്ക്ക് കയറാൻ മാത്രമേ ഇവിടെ നവോത്ഥാനം അതിലുള്ളൂ. ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഈ രാജ്യത്ത് ഇക്വാളിറ്റി വേണ്ട, ഭരണഘടന അനുശാസിക്കുന്ന ലിംഗസമത്വം വേണ്ട, ഒന്നും വേണ്ട, ആരാധനാ സ്വാതന്ത്ര്യം ഒന്നും വേണ്ട. അതിനെപ്പറ്റി കമ എന്നൊരക്ഷരം ഉച്ചരിക്കാൻ ധൈര്യമില്ലാത്ത വ്യക്തികളാണ് ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. നമ്മളുടെ ഏറ്റവും ആരാധനായിട്ടുള്ള ശബരിമല തന്ത്രിയെ എത്രമാത്രം ഹീനമായ ഭാഷയിലാണ് കേരളത്തിലെ മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത്. അനിൽ, ഇപ്പോൾ ന്യൂനപക്ഷങ്ങളെ പിണക്കിയാണെങ്കിൽ പോലും ഹിന്ദു സമുദായ വോട്ടുകളാണ് ലക്ഷ്യമിടുന്നത്. അപ്പോൾ പിന്നെ നിങ്ങൾ ഈ പഴയ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് തിരുത്തി. അതാണല്ലോ NSS ജനറൽ സെക്രട്ടറിയും പറയുന്നത്. അതിൽ തിരുത്തൽ വരുത്തി. അപ്പോൾ അംഗീകരിച്ചുകൂടെ എന്നാണ്. ഒരാളെ തന്തയ്ക്ക് വിളിച്ചതിന് ശേഷം അല്ലെ തൊഴിച്ചതിന് ശേഷം വെറുതെ ഞാനിതൊക്കെ അങ്ങ് പിൻവലിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ. അതാണല്ലോ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ. അതാണ് അടവ് നയം. പക്ഷെ ആ അടവ് നയത്തിൽ ഇപ്പോൾ ആ അടവ് നയത്തിൽ ഇപ്പോൾ മേൽക്കൈ നേടിയിരിക്കുന്നത് CPM-ഉം LDF-ഉം പിണറായി സർക്കാരുമാണ്. സംശയമില്ലല്ലോ. ഹിന്ദു സമുദായ സംഘടനകളുടെ എല്ലാം പിന്തുണ അവർക്ക് കിട്ടിയിരിക്കുകയാണ്. ഒരേ സമയം തന്നെ ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സർക്കാരിനെതിരെ നിന്നവരുടെയും അന്ന് അനുകൂലിച്ച് നിന്നവരുടെയും പിന്തുണ ഒരേ സമയം ഇപ്പോൾ നേടിയെടുക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് ആരുടെ പരാജയമാണ്? UDF-ന്റെയും BJP സംഘപരിവാറിന്റെയും പരാജയമാണ്. മഞ്ജുഷ, എനിക്ക് 2 മിനിറ്റ് സമയം തരണം. അരമണിക്കൂർ കഴിഞ്ഞു ഈ ചർച്ച തുടങ്ങിയതിന് ശേഷം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവരെ എല്ലാ കാലത്തും അടവ് നയം മാത്രമാണ്. ചില സമുദായത്തിന്റെ നേതാക്കന്മാർ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തി എന്നുള്ള കാരണത്താൽ കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിലെ 100% ആൾക്കാരുടെയും പിന്തുണ പിണറായി സർക്കാരിനാണ് അല്ലെങ്കിൽ CPM-നാണെന്ന് കരുതരുത്. കേരളത്തിലെ 150ഓളം വ്യത്യസ്തമായ സമുദായ സംഘടനകളുടെ നേതാക്കന്മാരായിരുന്നു. ഞങ്ങൾ വേണമെങ്കിൽ ആ ലിസ്റ്റ് കൃത്യമായി പുറത്തു തരാം. കൃത്യമായി താങ്കൾക്കുൾപ്പെടെയുള്ളവരുടെ മുമ്പിൽ പ്രസിദ്ധീകരിക്കാം. അതിൽ പങ്കെടുത്തവരെ ഞങ്ങൾ പുറത്തു കാണിച്ചു തരാം. 150ഓളം സമുദായ സംഘടനാ നേതാക്കന്മാര് പങ്കെടുത്ത ഒരു സംഗമമായിരുന്നു പന്തളത്ത് ഇന്നലെ നടന്നത്. അന്നേരം 1, 2, 3 സമുദായ സംഘടനാ നേതാക്കന്മാര് മാത്രമല്ല ഹിന്ദുത്വത്തിന്റെ വക്താക്കളായ അഭിപ്രായം പറയേണ്ടത്. ഇത് പിണറായിയെ സംബന്ധിച്ചിടത്തോളം വളരെ അപകടകരമായ ഒരു സാഹചര്യമാണ്. കേരളത്തിലെ ചില സമുദായ സംഘടനാ നേതാക്കന്മാരെ കൂടെ നിർത്തുകയും ബഹുഭൂരിപക്ഷം വരുന്ന ഈ ബഹുഭൂരിപക്ഷം എന്ന വാക്ക് തന്നെയാണ് ഞാൻ പറഞ്ഞത്. 152ഓളം സമുദായ സംഘടനകളാണ് ഇന്നലത്തെ പന്തളത്തെ സംഗമത്തിന് പിന്തുണ പ്രഖ്യാപിച്ചത്. അന്നേരം അവരൊക്കെ പൊട്ടന്മാരാണോ? അവർക്കൊന്നും നിലപാടില്ലാത്തവരാണോ? അവർക്കൊന്നും വോട്ടില്ലാത്തവരാണോ? അവർക്കൊന്നും ആദർശമില്ലാത്തവരാണോ? ബാക്കിയുള്ളവർക്ക് മാത്രമേ ഇതൊക്കെയുള്ളൂ? അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്നലെ പന്തളത്ത് വന്നിട്ടുള്ള ജനതയെ കണ്ടിട്ട് കേരള സമൂഹം കോരിത്തരിച്ചിരിക്കുകയാണ്. അയ്യപ്പന് വേണ്ടി തെരുവിലേക്ക് ആരുടെയും ആഹ്വാനമില്ലാതെ, സർക്കാരിനെ പേടിക്കാതെ തെരുവിലേക്ക് ഇറങ്ങാന് ഈ കേരളത്തിലെ ഹൈന്ദവ സമൂഹം വീണ്ടും വീണ്ടും നിർബന്ധിതരാകുന്നത് ഈ CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ഇരട്ടത്താപ്പ് കൊണ്ട് മാത്രമാണ്. എല്ലാ കാലത്തും ഇരട്ടത്താപ്പിന് ഒരു പര്യായപദം ഉണ്ടെങ്കിൽ ഇവർ തന്നെയാണ്. ശ്രീ NSS ജനറൽ സെക്രട്ടറി പറഞ്ഞ വാക്ക് ശരിയാണ് എങ്കിൽ
ഇതുവരെ വാസവനോ മുഖ്യമന്ത്രിയോ അതിനെപ്പറ്റി കമാന്നൊരു അക്ഷരം മിണ്ടിയില്ലല്ലോ. ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഒന്നുകിൽ അതിന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നുകിൽ വാസവനും മുഖ്യമന്ത്രിയും അങ്ങനെ പറഞ്ഞിട്ടില്ല എങ്കിൽ ശ്രീ സുകുമാരൻ നായർ പറയുന്നത് കള്ളമാണ്. മുഖ്യമന്ത്രിയും വാസവനും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്രകാരം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഈ NSS ജനറൽ സെക്രട്ടറി പറഞ്ഞത് കള്ളും, തിരിച്ചാണെങ്കിൽ ഈ മുഖ്യമന്ത്രിയും ഈ വാസവനും ഈ കേരളത്തിലെ NSS നേതൃത്വത്തിനോട് കാണിച്ചിരിക്കുന്ന കൊടും കള്ളമാണ്. ഈ NSSന്റെ സംഗമത്തിലേക്ക് പങ്കെടുപ്പിക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ള ഒരു 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 കള്ളമാണ് ഈ ഇത്തരത്തിൽ ഇന്നത്തെ പത്രവാർത്തകളിൽ അങ്ങനെ ഒരു കള്ളം പറഞ്ഞ് NSS ജനറൽ സെക്രട്ടറി തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുമോ? ശ്രീ സേനാപതി വേണു കള്ളം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നു. അതുപോലെ തന്നെ ജയന്ദ്രൻ സാർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഉമ്മൻചാണ്ടിയുടെ സത്യവാങ്മൂലമാണ് ഇപ്പോഴും സുപ്രീം കോടതിയിൽ എന്ന് പറഞ്ഞതും തന്ത്രപരമായ ഒരു നിലപാടായി കണക്കാക്കാമല്ലോ. അത്തരത്തിലുള്ള ഉറപ്പ് NSSനും SNDPക്കും ഒക്കെ നൽകിയിട്ടുണ്ട്. ശ്രീ സേനാപതി വേണു. ജയചന്ദ്രൻ സാർ എന്തോ ചോദിക്കുന്നു, ഞാനൊന്ന് വഴങ്ങുകയാണ്. ജയചന്ദ്രൻ പറഞ്ഞോളൂ. അല്ല, അങ്ങനോടല്ല, പ്രിയപ്പെട്ട അനിലിനോടാണ് ചോദ്യം. അനിലൊന്ന് വഴങ്ങുമോ? തീർച്ചയായിട്ടും സാർ ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞു. അല്ല ഇത്രേ ഉള്ളൂ. നിങ്ങൾ ഇന്നലെ പിന്നെ ഈ വാവരെ തീവ്രവാദിയായിട്ട് പ്രഖ്യാപിച്ചല്ലോ, അതിനെപ്പറ്റി ഒന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. അതിൽ കേസ് വന്നിട്ടുണ്ടല്ലോ. അതെ, അല്ല അത് വേറെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അന്നറിയാൻ. അല്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞ അവരുടെ നിലപാട് വളരെ ക്ലിയർ ആണ്. വാവർ എന്ന് പറയുന്ന ഒരാളെ ഇല്ല എന്ന് കേരളത്തിലെ മുസ്ലിം സമൂഹം പോലും വ്യക്തമായി മുമ്പോട്ട് വെച്ചിട്ടുള്ള ഒരു ആശയമാണ്. കേരളത്തിലെ വാവരെ എന്തെങ്കിലും ഒരു സന്യാസി ശ്രേഷ്ഠൻ വിശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആധികാരികമായിട്ടുള്ള എന്തെങ്കിലും അറിവും രേഖകളും അദ്ദേഹത്തിന്റെ കയ്യിൽ ലഭ്യമായതുകൊണ്ടാണ് അദ്ദേഹം അപ്രകാരം ഒരു പ്രസ്താവന നടത്തിയത്. ഈ കേസ് കൊടുത്ത വ്യക്തികൾ ആദ്യമേ തെളിയിക്കട്ടെ ഈ കേരളത്തില് വാവർ എന്ന് പറയുന്ന ഒരാൾ ഉണ്ടായിരുന്നു എന്നും അദ്ദേഹം നമ്മുടെ പൗരാണിക കാലത്ത് ജീവിച്ചിരുന്ന അല്ലെങ്കിൽ മോഹിനിയുടെ പുത്രനായി ജയിച്ച അയ്യപ്പന്റെ സഹപാഠിയായിരുന്നു അല്ലെങ്കിൽ സുഹൃത്തായിരുന്നു എന്ന് ആദ്യമേ തെളിയിച്ചാൽ മാത്രമല്ലേ കേസ് നിൽക്കുകയുള്ളൂ. ഒരാള് CPMന്റെ നേതൃത്വത്തിലുള്ള ഒരു ഏരിയ കമ്മിറ്റി അംഗം പാർട്ടിയുടെ താല്പര്യപ്രകാരം പന്തളം കൊട്ടാരത്തിലെ ഒരു അംഗമാണെന്ന വ്യാജേന അദ്ദേഹം അംഗമായിരിക്കാം, ഏതെങ്കിലും രീതിയിൽ അവിടുത്തെ അംഗമായിരിക്കാം, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹം ഇന്ന് CPMന്റെ ഏരിയ കമ്മിറ്റി അംഗമാണ്. ഏരിയ കമ്മിറ്റി അംഗത്തെ ഉപയോഗിച്ചുകൊണ്ട് ഒരു കള്ളക്കേസ് കൊടുത്തിരിക്കുകയാണ്. എത്ര താല്പര്യമാണ് കേരളത്തിലെ പോലീസിന് ഒരു സന്യാസശ്രേഷ്ഠത്തിലെ കേസെടുക്കാൻ. ഞാൻ തന്നെ കേരളത്തില് ഈ ഗണപതി മിത്താണെന്ന് പറഞ്ഞപ്പോഴും ഗാന്ധിജിയെ കൊന്നത് മഹാത്മാഗാന്ധിയാണെന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞപ്പോഴും കേരളത്തിലെ 2 പോലീസ് സ്റ്റേഷനിൽ ഞാൻ നേരിട്ട് പോയി പോലീസിൽ കേസ് കൊടുത്തു. ഒരു ഒറ്റ FIR ഇടാൻ പോലും തയ്യാറാവാത്ത പോലീസ് എത്രമാത്രം സ്പീഡിലാണ് ഈ ഒരു CPMന്റെ നേതാവ് പോയി ഒരു സന്യാസി ശ്രേഷ്ഠനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചു. എന്റെ മറുപടി കൃത്യമാണല്ലോ. ഇനി താങ്കൾക്ക് അതുകൊണ്ടാണ് താങ്കൾ ഉണ്ടാക്കുവാനുള്ള ശ്രമമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേസും വന്നിട്ടുണ്ട്. ഇപ്പോൾ സ്വാമി ശാന്താനന്ദ ഇല്ലേ, അദ്ദേഹത്തിനെതിരെ കേസ് വന്നിട്ടുണ്ട്. ചെങ്കോട്ടുകോണം ആശ്രമത്തിലെ മഠാധിപതിയാണ്. ശ്രീ സേനാപതി വേണു ഉമ്മൻചാണ്ടിയുടെ സത്യവാങ്മൂലം ആണ് സുപ്രീം കോടതിയിൽ ഉള്ളത് എന്ന് പോലും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ശ്രമം നടന്നിട്ടുണ്ട്. അതൊക്കെ NSS ജനറൽ സെക്രട്ടറി വിശ്വസിച്ചിരിക്കുകയാണ് എന്നേ അദ്ദേഹത്തിന് പ്രസ്താവന കാണുമ്പോൾ തോന്നുകയുള്ളൂ. പക്ഷെ അത്രമാത്രം എളുപ്പത്തിൽ കള്ളം പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റുന്ന ആളുമല്ല. അതിന് പിന്നിൽ എന്തെങ്കിലും ലക്ഷ്യവും ഉണ്ടാവും. അല്ല, ഇപ്പോ നമ്മുടെ ഈ ചർച്ചയിൽ തന്നെ ഞാൻ ഏറെ ആദരവ് കൊടുക്കുന്ന ഒരാളാണ് ജയചന്ദ്രൻ സാറ്. കാരണം ഇടതുപക്ഷ നിലപാടുകൾ പറയുമ്പോൾ ആ നിലപാടിലെ എന്താ പറഞ്ഞ അതിനെക്കുറിച്ച് വളരെ സുവ്യക്തമായിട്ട് പറയുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹം പോലും ഇന്ന് നമ്മുടെ ഈ പാനലിനെ പ്രേക്ഷകരെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ഉമാ തോമസിന്റെ ചോദ്യം എന്ന രീതിയിൽ അതിന് മറുപടിയായിട്ട് പറഞ്ഞത്. ഇവിടെ വളരെ കൃത്യമല്ലേ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഈ കാര്യത്തിലെ നിലപാട്? അത് ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്ത സത്യവാങ്മൂലത്തിന് വിരുദ്ധമായ ഒരു നിലപാടാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഇവിടെ ഇപ്പം അങ്ങ് ചോദിച്ച ഒരു ചോദ്യം, NSSന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നു ഇനി ആചാര ലംഘനം ഉണ്ടാവില്ല എന്ന ഉറപ്പ് എനിക്ക് നൽകിയിരിക്കുന്നു, മുഖ്യമന്ത്രിയോട് ചോദിച്ചിട്ട് ബഹുമാന്യായ ദേവസ്വം മന്ത്രി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ഞങ്ങൾ അങ്ങനെ ഒരു ഉറപ്പ് മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട് എങ്കിൽ ഞങ്ങൾ അതിനെ 100% സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഞങ്ങൾ മുഖ്യമന്ത്രിയോടും ശ്രീ VM വാസുവിനോടും പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളിത് കേരളത്തിലെ പൊതുസമൂഹത്തോട് പറ.
ഇതാണ് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ നിലപാട് എന്ന് അത് NSS ജനറൽ സെക്രട്ടറിയുടെ ചെവിയിൽ മാത്രം പറയേണ്ട കാര്യമല്ലല്ലോ. കേരളത്തിലെ 3.5 കോടി പൊതുസമൂഹത്തോട്, അതിൽ അയ്യപ്പനിൽ വിശ്വസിക്കുന്നവരുണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ, കേരളീയ സമൂഹത്തോട് ഇത് ഉച്ചൈസ്തരം അങ്ങ് വിളിച്ചു പറഞ്ഞ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. ഒരു കാര്യം പറഞ്ഞിട്ടില്ല. പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്താ പറഞ്ഞത്? യുവതീ പ്രവേശനം അടഞ്ഞ അധ്യായമല്ല, മറിച്ച് കഴിഞ്ഞ അധ്യായമാണ്. അത് എപ്പോ വേണമെങ്കിലും തുറക്കാമെന്നുള്ളതല്ലേ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ കഴിഞ്ഞ ഈ സംഗമം നടക്കുന്നതിന്റെ തലേദിവസത്തെ 19-ാം തീയതിയാണോ 18-ാം തീയതിയാണോ അദ്ദേഹത്തിന്റെ. പക്ഷേ ശ്രീ സേനാപതി വേണു, നിങ്ങൾക്ക് ആർജവമുണ്ടെങ്കിൽ നിങ്ങൾ NSS ജനറൽ സെക്രട്ടറിക്ക് നേർക്കുനേർ മറുപടി കൊടുക്കണം. കാരണം ന്യൂനപക്ഷ പ്രീണനമാണ് UDF-ഉം കോൺഗ്രസും നടത്തുന്നതെന്ന്, പ്രത്യേകിച്ച് കോൺഗ്രസ് നടത്തുന്നതെന്ന് NSS ജനറൽ സെക്രട്ടറി പറയുന്നത് എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് തിരികെ ചോദിക്കണം. കാരണം യുവതീ പ്രവേശന വിഷയത്തിൽ NSS എടുത്ത നിലപാടിനൊപ്പമായിരുന്നു നിങ്ങളും നിന്നത്. നാമജപ ഘോഷയാത്രയ്ക്ക് ശേഷം നിങ്ങൾ സജീവമായി തന്നെ അവിടെ NSS-നൊപ്പം ഉണ്ടായിരുന്നു, NSS-ന്റെ നിലപാടിനൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് നിങ്ങൾ NSS ജനറൽ സെക്രട്ടറിയോട് ചോദിക്കണം, എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ കോൺഗ്രസ് ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നു എന്ന് പറയുന്നത്? അങ്ങനെ അദ്ദേഹത്തിന്റെ പേരെടുത്ത് പറഞ്ഞ് അങ്ങനെ ചോദ്യം ചോദിക്കുവാനുള്ള ആർജവം നിങ്ങൾക്കുണ്ടോ? അല്ല, ഇന്നിപ്പോ ഏതായാലും ഇന്നലെ വൈകിട്ടായിരിക്കുമല്ലോ ഇന്റർവ്യൂ കൊടുത്തത്. ഇന്നത്തെ പത്രത്തിലും മാധ്യമങ്ങളിലും ആണല്ലോ വന്നത്. നാളെയും മറ്റന്നാളും ഒക്കെ ഈ കാര്യത്തെക്കുറിച്ച് ചർച്ചകൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹം നിലപാട് വ്യക്തമാക്കും. ഗവൺമെന്റും ആ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. അനിൽ ചോദിച്ച ഒരു കാര്യത്തിന് ഞാൻ കൗതുകകരമായ ഒരു മറുപടി ചോദിക്കുകയാണ്. അനിലെ, ഈ വാവരെ വിശ്വസിക്കുന്നത് അവിടെ പോകുന്ന തീർത്ഥാടകരാണ്. ഞാനും വാവരുടെ അത് അവിടെ തൊഴുതിട്ട് പോന്നിട്ടുള്ള ആളാണ്. അപ്പം അതൊക്കെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. അയ്യപ്പൻ മാത്രമേ ഉള്ളൂ, വാവരില്ല എന്നൊക്കെ നമുക്ക് അങ്ങനെ സ്ഥാപിക്കാനായിട്ട് അത് കൃത്യമായിട്ടൊന്നും പറ്റത്തില്ല. ഇന്നലെ 22-ാം തീയതി നിങ്ങളുടെ സംഗമത്തിൽ 20-ാം തീയതി നടന്ന സംഗമം അല്ല ഞാൻ പറഞ്ഞിട്ടെ 20-ാം തീയതി നടന്ന സംഗമം കേൾക്കൂ അല്ല രണ്ടുപേരും പറഞ്ഞാൽ ഒന്നും കേൾക്കില്ല, അതുകൊണ്ടാണ് വേണു പറഞ്ഞു കഴിയട്ടെ എന്നിട്ട് പറയാം. അതിലെ രണ്ടുപേരും കൂടെ പറഞ്ഞാൽ ഒന്നും കേൾക്കില്ല. അല്ല അനിലെ, ഞാൻ വഴങ്ങി തരാനില്ലേ. അല്ല വേണു, വാവരുടെ ഒരു പള്ളി താങ്കളുടെ പ്രദേശത്തിന് അടുത്താണല്ലോ, ഒന്ന് കാണിച്ചു തരാമോ വാവരുടെ പള്ളി? അല്ല ഞാൻ പറഞ്ഞത് അനിലെ, വിശ്വാസത്തിന്റെ ഭാഗം അല്ല അനിലെ, നൈനാർ പള്ളി മാത്രമേ ഉള്ളൂ. ആ മുസ്ലിം പള്ളിയുടെ പേര് വാവർ പള്ളി എന്നല്ല, നൈനാർ പള്ളി. എവിടെയാണ്? അല്ല ഞാൻ പറഞ്ഞ വാവർ അല്ല, അയ്യപ്പനും വാവരും അല്ലേ, അയ്യപ്പനും വാവരും എന്നൊരു സങ്കല്പം ഞാൻ എന്റെ ചെറുപ്പകാലം മുതലേ നമ്മൾ കേൾക്കുന്നു. അയ്യപ്പനും വാവരും എന്നൊരു സങ്കല്പമല്ല. അയ്യപ്പൻ യാഥാർത്ഥ്യം, വാവർ എന്ന് പറയുന്നത് ഒരു സാങ്കല്പിക കഥാപാത്രമോ? അയ്യപ്പനും വാവർ സാങ്കല്പികമൊന്നുമല്ല. അയ്യപ്പൻ യാഥാർത്ഥ്യമാണ്. താങ്കൾ ചുമ്മാതെ പറഞ്ഞിട്ട് പോകരുത്. വാവരാണ് സാങ്കല്പിക കഥാപാത്രം. ഏതോ ഒരു സിനിമയ്ക്ക് വേണ്ടി, നാടകത്തിന് വേണ്ടി കഥ എഴുതിയപ്പോൾ ഉണ്ടാക്കിയപ്പെട്ടിട്ടുള്ള ഒരു സൃഷ്ടി മാത്രമാണ് വാവർ എന്ന് പറയുന്നത്. 1940-കൾക്ക് മുമ്പൊന്നും വാവരെ പറ്റി വലിയ പ്രാധാന്യമൊന്നുമില്ല. ഏതോ ഒരു പഴയ ശാസ്താംപാട്ടിനകത്ത് ഒരാള് പ്രാസഭംഗി ഒപ്പിച്ച് എന്തോ എഴുതി വെച്ചെന്നുള്ള കാരണത്താല് വാവരൊന്നും ഉണ്ടായിട്ടില്ല. താങ്കൾ വെറുതെ പറഞ്ഞിട്ട് രക്ഷപ്പെട്ട. അയ്യപ്പനും വാവരും സാങ്കല്പികമാണ്. എന്റെ സമയമാണല്ലോ ഞാന് വാവരുണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളതിന്റെ ഒരു രേഖകളും എന്റെ കയ്യിലില്ല. ഞാൻ ചെറുപ്പം തന്നെ ഞാനും പറഞ്ഞുള്ളൂ. അങ്ങനെ ഇടപെടല്ലേ. ഞാന് ചെറുപ്പം മുതൽ അയ്യപ്പ വിശ്വാസത്തിന്റെ ഭാഗമായി അയ്യപ്പനും വാവരും എന്ന് കേൾക്കുന്നു. അത് വിശ്വാസികളെല്ലാം വിശ്വസിക്കും. അതിന് തെളിവുണ്ടോ ഇതൊന്നും എനിക്കറിയില്ല. ഇപ്പൊ നമ്മുടെ വിഷയത്തിലുള്ള ചോദ്യം എന്താ പറഞ്ഞ മഞ്ജുഷ് ഇവിടെ ചോദിച്ച ചോദ്യം, കോൺഗ്രസ് ഈ കാര്യത്തിലുള്ള ഇത് ചോദിക്കുമോ എന്ന് സുകുമാരൻ നായർ. തീർച്ചയായിട്ടും ആ കാര്യത്തിൽ അത് ഇപ്പൊ ഞങ്ങൾക്കിപ്പം അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയോട് ചേർന്ന് നിന്നയാളാണ്, കോൺഗ്രസ് വിശ്വാസിയാണ്. ഇപ്പോഴും അദ്ദേഹം കോൺഗ്രസ് വിട്ടതായിട്ടൊന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ല. പക്ഷേ അടുത്ത ഒരു ദിവസമോ ഇല്ലെങ്കിൽ പിന്നത്തെ ദിവസമോ ഈ കാര്യത്തെക്കുറിച്ച് ഇവർ രണ്ടു കൂട്ടരും നിലപാട് വ്യക്തമാക്കേണ്ടി വരും. മുഖ്യമന്ത്രി ഈ കാര്യം വാസവൻ വഴി ജനറൽ സെക്രട്ടറിയോട് പറഞ്ഞിട്ടുണ്ടോ, NSS-ന്റെ ജനറൽ സെക്രട്ടറിയോട് പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ അത് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് അപ്പൊ ആ കാര്യത്തിൽ ഞാൻ യോജിക്കുന്നു. അങ്ങ് പറഞ്ഞ പോലെ പുന്നല ശ്രീകുമാറിനെ പോലുള്ള ആളുകളോടൊക്കെ ഈ കാര്യം പറയേണ്ടതായിട്ട് വരും. നമ്മൾ അല്ലാതെ ഈ അടവ് നയവും വെച്ചുകൊണ്ട് എത്ര നാൾ മുന്നോട്ട് പോകും? ഇതിപ്പോൾ എല്ലാവരെയും പറ്റിക്കുന്നത് തുല്യമാണ്. അടവ് നയത്തിൽ ഗവൺമെന്റിന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഈ കാര്യത്തിൽ നിലപാടുകൾ, കാരണം ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഇവിടെ ഈ കഴിഞ്ഞ 20-ാം തീയതി നടന്ന സംഗമത്തിൽ പങ്കെടുത്ത നിരവധിയായ സാമുദായിക സംഘടനകളുണ്ട്. ആ സംഘടനാ നേതാക്കളോടൊക്കെ ഈ NSS-ന്റെ ജനറൽ സെക്രട്ടറിക്ക് കൊടുത്ത ഉറപ്പാണ് ശരിയെങ്കിൽ അവരോടൊക്കെ മറിച്ച് വർത്തമാനം പറയാൻ. ജയേന്ദ്രൻ, അങ്ങനെയാണെങ്കിൽ KPMS-ന് പുന്നല ശ്രീകുമാറിന് കൊടുത്ത ഉറപ്പ് എന്തായിരിക്കും? മറിച്ചുള്ള ഉറപ്പായിരിക്കുമല്ലോ. അങ്ങനെ അടവ് നയവുമായിട്ട് എത്ര നാൾ ഒരു സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയും?
ഞാൻ ആദ്യം തൊട്ട് പറയുന്ന മഞ്ജുഷ് ഞാൻ അതിലേക്ക് വരുന്ന പ്ലീസ് അനിൽ എന്നോടാണ് ചോദ്യം. ശരി, ജയേന്ദ്ര സാർ പറയട്ടെ. അനിൽ ഒന്ന് പറഞ്ഞു. മഞ്ജുഷ്, ഞാൻ അതിലേക്ക് വരുന്ന പെട്ടെന്ന് അനിലിനൊരു മറുപടി പറഞ്ഞ് പോകേണ്ടതുണ്ട്. അതാണ് ഈ പ്രശ്നം. പിന്നെ വാവര് തന്നെയാണ്. ഒന്ന് പെട്ടെന്ന് പറയാം. ഈ മഹായുഗങ്ങൾ 4ആയിട്ടാണല്ലോ അനിലും ഉൾപ്പെടെയുള്ള ഈ RSSഉം ആ സംവിധാനങ്ങളും അംഗീകരിക്കുന്നത്. അതില് ത്രേതായുഗത്തിലാണ് പാലാഴി മഥനം നടക്കുന്നത്. അനിലെ, ഈ പാലാഴി മഥനത്തിന് ശേഷമാണല്ലോ ഈ മഹാദേവനും മഹാവിഷ്ണുവുമായിട്ടുള്ള സംഗമത്തിലൂടെ മോഹിനി വേഷവും സംഗമവും നടന്ന് ഹരിഹരസുതൻ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഹരിഹരസുതന്റെ ആവിർഭാവമാണ് ത്രേതായുഗം ആണല്ലോ. ത്രേതായുഗം കഴിഞ്ഞ് എത്ര യുഗം കഴിഞ്ഞിട്ടാണ് അടുത്തത് ഈ പിന്നെ ഇങ്ങോട്ട് വരുന്നതെന്നറിയുമോ? ഈ പന്തള രാജവംശം വരുന്നത് അത് 11ാം നൂറ്റാണ്ടിലാണ്. 1000 വർഷത്തെ പഴക്കമേ ഉള്ളൂ ഈ രാജവംശം. 1000-1200 വർഷത്തെ പഴക്കമേ ഉള്ളൂ. അതൊരു കാര്യം. എത്ര വർഷമുണ്ട്, മനുഷ്യവർഷങ്ങൾ എത്രയാണ് എന്ന് നിങ്ങൾ കണക്ക് കൂട്ടിക്കൊള്ളുക. ആ കണക്കൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. പിന്നെ ഈ ദ്വാപരയുഗം 8,64,000 വർഷമാണ്. അത് കഴിഞ്ഞ് കലിയുഗം ഇപ്പം വരുന്ന 4,32,000 വർഷം. അപ്പൊ ഈ ത്രേതായുഗവും ദ്വാപരയുഗവും കഴിഞ്ഞാണ് കലിയുഗം. കലിയുഗത്തിലാണ് ഈ സംഭവം നടക്കുന്നത്, അയ്യപ്പന്റെ. അപ്പൊ വാപുരൻ എന്ന് പറഞ്ഞ ഒരാള് മഹാദേവന്റെ ഭൂതഗണങ്ങൾ ഉള്ളതായിട്ട് ശ്രീ ഭൂതപാദോപാഖ്യാനത്തിൽ ഉണ്ടെന്നേ. അതുകൊണ്ട് സമ്മതിക്കുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഏത് തുരിയാണെങ്കിലും താങ്കൾ നിശബ്ദമായി എന്താണ് താങ്കൾ പറഞ്ഞത് ഞാൻ എതിർത്തില്ലല്ലോ. അതെന്ത് മര്യാദ? താങ്കൾ പറഞ്ഞപ്പോ ഞാൻ എതിർത്തില്ല. അപ്പം പിന്നെ ഞാൻ പറയുമ്പോ താങ്കൾ നിശബ്ദമായിട്ട് കേട്ടിട്ട് പറയൂ. അത് നമ്മൾ സംസാരിക്കുന്നതിന് പരസ്പരം അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ശ്രീ. അല്ലല്ല, ഇവിടെ ഈ ബാബർ വിഷയത്തിൽ ഒറ്റക്കാര്യം മാത്രമേ ഉള്ളൂ. അല്ല ശ്രീ എം ജയചന്ദ്രൻ, ബാബർ വിഷയത്തിൽ ഒറ്റക്കാര്യം മാത്രമേ ഉള്ളൂ. പന്തളത്തെ സംഗമത്തിൽ വാവർ ഒരു അക്രമകാരിയായ മുസ്ലിം ആണെന്ന് എന്ന രീതിയിലുള്ള പ്രതിപാദ്യം വന്നു. അതിനെതിരെയാണ് പരാതി കോൺഗ്രസ് നൽകിയത്, അനൂപ് വിആർ നൽകിയത്. അതിലാണ് കേസ് വന്നിരിക്കുന്നത് സ്വാമിക്കെതിരെ. മഞ്ജുഷ തിരുനെൽവേലിയാണ് ഇപ്പോഴത്തെ പന്തളം രാജവംശത്തിന്റെ മൂലസ്ഥാനം. അതിനോട്ട് വന്നിട്ട് അവിടുന്ന് ഇദ്ദേഹത്തിന്റെ കൂടെ പാണ്ഡ്യനാട്ടിൽ നിന്ന് ഈ രാജാവിന്റെ കൂടെ വരുന്നതാണ്. അദ്ദേഹത്തിന് തന്നെ എത്രയോ അനുസ്മരണങ്ങളുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പൊ ഈ ഇവർക്ക് അത് വർഗീയത ഉണ്ടാക്കണം. ആ വർഗീയതയ്ക്ക് വേണ്ടിയാണ് ഇവർ ഇന്നലെ ഇങ്ങനെ ഒരു സ്വാമിയെ കൊണ്ട് പറയിപ്പിച്ചത്. ചിദാനന്ദപുരി പറഞ്ഞ തെറ്റായി ഉദ്ധരിക്കുക. അത് നടക്കില്ല. കേരളത്തിൽ പറ്റില്ല. ഇത്രയും നുണകൾ പറ്റില്ല. കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്, വാസവനാണ്. പറഞ്ഞു പോക്കോളൂ. ഞാനും പറയാം, നിങ്ങളും പറയുന്നേ. അത് നിങ്ങളുടെ നാളെ എടുക്കാം ആ ചർച്ച വിശദമായിട്ട് നാളെ എടുക്കാം. കേസൊക്കെ വന്നിട്ടുണ്ടല്ലോ. ബാബരി ജോൺസൺ നാളത്തേക്ക് മാറ്റാം. അല്ല, ഒരു സെക്കൻഡ് ശ്രീ ജയചന്ദ്രൻ, നിങ്ങൾ ഈ അടവ് നയം വെച്ചുകൊണ്ടിരിക്കാതെ അത് തുറന്നു പറയൂ എന്താണ് നിലപാടെന്ന്. അത് പറയുന്നില്ലെന്നാണ്. ഇത് അടവ് നയമായി കണക്കാക്കേണ്ടി വരും. ജയചന്ദ്രൻ മറുപടി പറയാൻ ഒളിച്ചോടിയില്ല. സേനാപതി അറിയാം, മഞ്ജുഷിനും അറിയാം. താങ്കൾക്ക് അറിയാത്തതുള്ളൂ. ഒരു ചർച്ചയിലും തെറ്റാണെന്ന് പറയുക തന്നെ. ഏത് കാര്യവും ഗണമാണ് ബാബറിന് താങ്കൾ സമ്മതിച്ചത് തന്നെ ഞങ്ങൾ അംഗീകരിക്കുന്നു. ബാബരി വിഷയം പിന്നെ എടുക്കാം. ബാബറിനെയാണ്, അല്ലാതെ ഇല്ലാത്ത വാവരെ അല്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. വാവരുണ്ടെന്നാണ് ആവർത്തിച്ച് പറയുന്നത്. വാവരുണ്ടെന്ന് ആവർത്തിച്ച് പറയും, തെളിയിക്കാനും കഴിയും അനായാസം. പിന്നെ താഴ്മൺമഠത്തിലെ കൃഷ്ണൻ തന്ത്രിയുടെ 1080 അടവ് നയം മാറ്റി സുതാര്യമായ രീതിയിൽ പ്രഖ്യാപനം നടത്തൂ. അതിലേക്ക് വരൂ. ഇതിന്റെ അടവ് നയം ഇല്ല. അതാണ് ഇപ്പൊ സുമാരനാരെ പറ്റി എത്രയൊക്കെ മോശപ്പെട്ട പരാമർശങ്ങളാണ് ഇവിടെ നടത്തിയത് പാനലിസ്റ്റുകളിൽ. ഞാൻ പേരൊന്നും പറയുന്നില്ല. സുമാരൻ നായര് വളരെ ഈ സൂക്ഷ്മതക്കായ ഒരു സമുദായ നേതാവ് തന്നെയാണുള്ള കാര്യത്തിൽ ഇരിക്കുന്ന ഒരാൾക്ക് സംശയം ഉണ്ടാവില്ല. പക്ഷേ നാമജപത്തെ തെറിയഭിഷേകം എന്ന് പറഞ്ഞത് ആരാണ്? അത് ഈ പാനലിസ്റ്റുകളല്ലല്ലോ. അല്ല, ആ കാര്യത്തിലൊക്കെ തിരുത്തലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ആർക്കാണ് അറിയാത്തത് മഞ്ജുഷേ? CPIM-ന്റെ പിന്നെ 2019 പാർട്ടി കത്തുകൾ തന്നെ
ആ തിരുത്തൽ വരുത്തിയിട്ടുണ്ട് 2019. താങ്കൾക്ക് ഉണ്ടല്ലോ ഈ CPM വേറെ പേര് ഞാൻ പറഞ്ഞേക്കാം, VV അരുൺ, അവിടുത്തെ സീനിയർ അല്ലേ, അരുണിനോട് പറയാ പാർട്ടിക്കത്തൊന്ന് സംഘടിപ്പിക്കാൻ. അതിലുണ്ട്. അല്ല 2019 ലോക്സഭാ തോൽവിയിലൂടെ, ലോക്സഭയിൽ 19-1 തോൽവിയിലൂടെ പാഠം പഠിച്ചു. അതിനുശേഷം തിരുത്തൽ വരുത്തി. ഈ തോറ്റതിനൊരു പ്രധാന കാരണമായിട്ട് കണ്ടെത്തിയതും ഇതാണല്ലോ, വിലയിരുത്തൽ നടത്തിയതും ഇത് തന്നെയാണല്ലോ ശബരിമലയിലെ നിലപാടായിരുന്നുവെന്ന്. അതിനുശേഷം നടത്തി, പക്ഷേ തുറന്നു പറയുന്നില്ലെന്നേ. കേൾക്കൂ അല്ലെന്ന് 2019 ഫെബ്രുവരിയിലെ പാർട്ടിക്കത്ത് CPIM-ന്റെ അരുണിൽ ഉണ്ടാവും. അത് നോക്കിയാൽ മതി. എന്താണ് അവരുടെ കൺഫെഷൻ അക്കാര്യത്തിലുള്ളത്. സെൽഫ് ക്രിറ്റിസിസമാണ് കൺഫെഷനായിട്ട് വരുന്നത്. ആത്മവിമർശനം, സ്വയംവിമർശനമാണ് സെൽഫ് ക്രിറ്റിസിസമായിട്ട് വരുന്നത്. ആ രേഖയിലുണ്ട്. അത് നോക്കിയാൽ മതി. അപ്പൊ അവിടെ മുതൽ ആ തിരുത്തൽ അവർ തുടങ്ങുന്നുണ്ട്. എന്ന് മാത്രമല്ല, അതിനുശേഷം മുഖ്യമന്ത്രി പരസ്യമായിട്ട് പറയുകയാണ് 9 അംഗ വിശാല ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ്. വിധി വന്നു കഴിഞ്ഞാൽ ബന്ധപ്പെട്ട സമുദായ നേതാക്കൾ അടക്കമുള്ളവരോട് തീരുമാനിച്ച് മാത്രമേ ഏത് വിവാദ പ്രശ്നത്തിനും ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തീരുമാനമെടുക്കൂ എന്ന് പരസ്യമായിട്ടാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്. അതൊക്കെ നമ്മുടെ മുമ്പിലുണ്ടല്ലോ, പബ്ലിക് ഡൊമൈനിൽ കിടക്കുകയല്ലേ അത്. എന്നിട്ടും ചോദിക്കാൻ എന്താണ് നിങ്ങളുടെ നിലപാട്? ഈ നിലപാടൊക്കെ പരസ്യമായിട്ടുണ്ട്. അത് കൃത്യമായി ബോധ്യമുള്ള ആളാണ് എന്നെ പൊതുസമൂഹത്തിന് പരസ്യമായ നിലപാടില്ല. ഒരു സംശയം ജയചന്ദ്രൻ സാറോട് ചോദിച്ചോട്ടെ, യുവതീ പ്രവേശനം കഴിഞ്ഞ അധ്യായമാണോ അടഞ്ഞ അധ്യായമാണോ? അടഞ്ഞ അധ്യായമാണ്. ഈ നിലപാടാണ് അങ്ങയുടെ സംസ്ഥാന സെക്രട്ടറി പറയാത്തത്. എന്തിനാണ് തിരുത്തിയത്? നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇല്ല, അങ്ങയുടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ശ്രീ MV ഗോവിന്ദന്റെ നിലപാടാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങയുടെ ശ്രീ പിണറായി വിജയന്റെ നിലപാട് എന്താണ്? സംസ്ഥാന സെക്രട്ടറി ശ്രീ MV ഗോവിന്ദന്റെ നിലപാട് എന്താണ്? അദ്ദേഹം അടഞ്ഞ അധ്യായം എന്ന് പറഞ്ഞതിന് ശേഷം പിറ്റേന്നത് തിരുത്തി പറഞ്ഞു കഴിഞ്ഞ അധ്യായം എന്ന്. ഇതൊന്നും തിരുത്തേണ്ട കാര്യമില്ലെന്നേ. ഇത് തിരുത്തുകല്ലെന്നേ ഞാൻ പറഞ്ഞില്ല. പിന്നെ കടകംപള്ളി പമ്പയിൽ വന്ന് പറഞ്ഞത് അത് തന്നെയാണ്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പോയി തൊഴുതതിന് പാർട്ടിയുടെ നടപടിക്ക് വിധേയനായ ആളാണ്. അദ്ദേഹത്തിന്റെ നിലപാട് ശ്രീ MV ഗോവിന്ദന്റെ നിലപാട് എന്താണ്? കടകംപള്ളി സുരേന്ദ്രന്റെ അല്ല, പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാട് എന്താണ്? CPM-ന്റെ നിലപാട് എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴല്ലെന്ന് 2019 തന്നെ സ്ത്രീ പ്രവേശന കാര്യത്തിൽ പിന്നെ എന്തിനാണ് ശ്രീ MV ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ട്. ശ്രീ MV ഗോവിന്ദൻ കഴിഞ്ഞ അധ്യായം എന്ന് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം ചെമ്പഴന്തിയിലെ പ്രസംഗത്തിൽ, അടഞ്ഞ അധ്യായം എന്ന് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം ചെമ്പഴന്തിയിലെ പ്രസംഗത്തിൽ അടഞ്ഞ അധ്യായമല്ല കഴിഞ്ഞ അധ്യായമാണ് എന്ന് തിരുത്തിയത് എന്തിന്? യുവതീ പ്രവേശനത്തിൽ എന്താ നിലപാട് അന്ന് പറയൂ. ആ നിലപാട് ശ്രീ പുനരശ്രീകുമാരോട് പറയൂ, ശ്രീ വെള്ളാപ്പള്ളി ഗണേശനോട് പറയൂ, സുകുമാരൻ നായരോട് പറയൂ, സിദ്ധനാഥ സഭയോട് പറയൂ, സാംബവ സഭയോട് പറയൂ, എല്ലാ ഹൈന്ദവ സംഘടനകളോട് പറയൂ. എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ജിതിനെ 2019 തന്നെ തിരിച്ചറിവുണ്ടായിട്ടുണ്ട്. അന്ന് തൊട്ട് അറിയാമല്ലോ സർക്കാർ. അല്ലെങ്കിൽ ജിതിന് അതല്ലെങ്കിൽ പിന്നെയും യുവതീ പ്രവേശനം സാധ്യമായിരുന്നു, അത് നടത്തിയില്ലല്ലോ. ഒരു മിനിറ്റ് മഞ്ജുഷ, ഇവരുടെ പ്രശ്നം അറിയാമോ? എന്ത് ചെയ്തിട്ടായാലും, ആരുടെ കാല് പിടിച്ചിട്ടായാലും, പ്രീണിപ്പിച്ചിട്ടായാലും എങ്ങനെയും മൂന്നാമത് അധികാരത്തിൽ വരണം. അധികാര രാഷ്ട്രീയം ഇല്ലാത്തതിനെ പറ്റി 2 ടേം ഭരണം കിട്ടിയതിനു ശേഷം CPM നേതൃത്വം ചിന്തിക്കാനേ സാധിക്കുന്നില്ല. പിണറായി വിജയന് ക്ലിഫ് ഹൗസ് വിട്ടൊഴിയാൻ വയ്യ. അതേ ഉള്ളൂ പ്രശ്നം, അല്ലാതെ വേറെ ഒരു പ്രശ്നമില്ല. ജിതിൻ, താങ്കൾ മറുപടി പറയാൻ ഒരു നിമിഷം പറയൂ സാർ. അപ്പോ ഗോവിന്ദൻ മാഷ് പറഞ്ഞത് അടഞ്ഞ അധ്യായം എന്ന് പറഞ്ഞതും കഴിഞ്ഞ അധ്യായം എന്ന് പറയുന്നതാണ് 2 പ്രശ്നമായിട്ട് താങ്കൾ കാണിക്കുന്നത്. ഈ കഴിഞ്ഞ അധ്യായം എന്ന് പറയുമ്പം പാസ്റ്റ് ഇഷ്യൂ, പാസ്റ്റ് ചാപ്റ്റർ എന്നും മറ്റേതെന്ന് പറയുമ്പോൾ ക്ലോസ്ഡ് ചാപ്റ്റർ എന്നുമാണ്. ക്ലോസ്ഡ് ചാപ്റ്റർ ആവാൻ കഴിയില്ല അത്, കാരണം വിശാല ഭരണഘടനാ ബെഞ്ചിന് മുമ്പിൽ കിടക്കുകയാണ്. അതുകൊണ്ട് ക്ലോസ്ഡ് ചാപ്റ്റർ അല്ല. പാസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ്, അത് കഴിഞ്ഞ അധ്യായം തന്നെയാണ്. ഇതാണ് ആ കഴിഞ്ഞ അധ്യായം അടഞ്ഞ അധ്യായം എന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞ അധ്യായം നിങ്ങൾ പഠിച്ച് യുവതികളെ പ്രവേശിപ്പിച്ച് പഠിച്ചു കഴിഞ്ഞ ആ അധ്യായമുള്ള ബുക്ക് കീറിക്കളയാൻ തയ്യാറാണെന്ന് പൊതുസമൂഹത്തോട് പറയൂ. എന്നിട്ട് നിങ്ങൾ കോടതി പറഞ്ഞാൽ മതി. പൊതുസമൂഹത്തിന് മുമ്പിൽ പറയൂ, യുവതീ പ്രവേശന നിലപാട് CPM എടുത്ത നിലപാട്, അല്ലെങ്കിൽ കേരള പിണറായി സർക്കാർ എടുത്ത നിലപാട് തെറ്റായിപ്പോയി. ആ തെറ്റിൽ ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു. ഇത് പറഞ്ഞാൽ ഈ അയ്യപ്പ വിശ്വാസികൾക്ക് സമാധാനമല്ലേ? നിങ്ങളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല സാർ, അതാണ് പ്രശ്നം.
നിങ്ങൾ അതൊക്കെ അധികാര രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് താങ്കൾക്കും പറയാം, ബിജെപിക്കും പറയാം, സേനാപതിക്കും പറയാം. അത്രേ ഉള്ളൂ. താല്പര്യമുണ്ട് എഴുതിയേക്കുന്നത്, അത് ശരിയാണ്. ഞാൻ ജയചന്ദ്രൻ സാറിനെ കൂടുതൽ കുഴപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, കാരണം കഴിഞ്ഞ 3 ദിവസമായിട്ട് നമ്മൾ ഒരുമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ അങ്ങേ കുഴപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതിൽ കൂടുതൽ അങ്ങേക്ക് ഇത് പറയാൻ സാധിക്കില്ലെന്ന് എനിക്കറിയാം. അല്ല, ഞാൻ അതിനകത്ത് എനിക്കൊരു ക്ലാരിറ്റി ഉള്ള വിഷയത്തിൽ ഞാൻ സംസാരിക്കുന്നത് താങ്കൾക്കെങ്കിലും അറിയുമോ? ക്ലാരിറ്റി ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഈ ക്ലാരിറ്റി എന്ന് പറയുന്നത് 2019 മുതൽ തന്നെ നിലപാട് മാറ്റിയിട്ടുണ്ട്. അതാണ് ജിതിൻ ക്ലാരിറ്റി എന്നുള്ളത്. അത് തന്നെയാണ് NSS ജനറൽ സെക്രട്ടറിയും പറയുന്നത്. തെറ്റ് തിരുത്തിയല്ലോ എന്നുള്ളതാണ്. മഞ്ജുഷ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, ഇവരുടെ പ്രശ്നം ഇതാണ്. ഇവർക്ക് അധികാര രാഷ്ട്രീയം വിട്ടൊഴിയാൻ ഇവർക്ക് സാധിക്കുന്നില്ല. അത് തന്നെയാണ് പ്രശ്നം. അതിനിവർ എന്തും ചെയ്യും. അതിനിപ്പോ നാളെ ഏത് തീവ്രവാദ ശക്തിയുടെയും അടുക്കളപ്പുറങ്ങിൽ പോകാൻ ഇവർ തയ്യാറാകും. അവരാരോട് ഒത്തുതീർപ്പിന് തയ്യാറാകും. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയും വോട്ട് ബാങ്ക് രാഷ്ട്രീയം. നോക്കൂ, ശബരിമല മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കാനാണ് ഇവർക്ക് ആഗ്രഹമെന്നുണ്ടെങ്കിൽ ഇവർ ആദ്യം സമീപിക്കേണ്ടത് ആരെയാണ്? ഇവർ തന്നെ അവകാശപ്പെടുക, അല്ലെങ്കിൽ പറഞ്ഞു വെക്കുന്നത് പോലെയുള്ള ഹൈന്ദവ നേതൃത്വമാണ്, ഹൈന്ദവ രാഷ്ട്രമാക്കാൻ നടക്കുന്നു, ഹിന്ദു രാഷ്ട്രമാക്കാൻ നടക്കുന്നവരാണ് രാജ്യം ഭരിക്കുന്നതൊക്കെ പറയും. ഇവർ പോകണ്ടേ മാസ്റ്റർ പ്ലാന്റെ ഫയലുമായിട്ട് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ? കേന്ദ്രത്തിന്റെ ഇടപെടൽ ഇതുവരെ ഉണ്ടാകാത്തത് എന്താണ്? അതും NSS ജനറൽ സെക്രട്ടറി പറയുന്നുണ്ട്. കേന്ദ്രം സഹായിച്ചില്ല എന്ന് ഇന്ന് സുരേഷ് ഗോപി പറയുന്നുണ്ടായിരുന്നു. ദേവസ്വം വകുപ്പ് കേന്ദ്രത്തിൽ വരും, അങ്ങനെ കേരളത്തിലുള്ള ക്ഷേത്രങ്ങൾ കേന്ദ്ര ദേവസ്വം വകുപ്പിന്റെ കീഴിലാകും. ഈ ഏകീകൃത സിവിൽ കോഡ് നിലവിൽ വരുന്നതിന് ശേഷം അത്തരമൊരു സംവിധാനം വരുമെന്നൊക്കെ. ആ രീതിയിലാണെങ്കിൽ ആ രീതിയിലുള്ള ഇടപെടൽ ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. കേന്ദ്രത്തിൽ നിന്ന് ഒരു സഹായവും ഉണ്ടായിട്ടില്ലല്ലോ. ഞാൻ 2 കാര്യങ്ങൾ അങ്ങനെ ഞാൻ പറഞ്ഞേക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ശബരിമലയെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ശബരിമല റെയിൽപാതയാണ്. കാരണം ഭക്തർക്ക് വളരെ സുഗമമായ രീതിയിൽ ശബരിമലയിൽ ദർശനത്തിന് വരാൻ സാധിക്കുന്ന തരത്തിലുള്ള റെയിൽപാത എന്നുള്ള ആവശ്യത്തിന് കാലങ്ങളുടെ പഴക്കമുണ്ട്. ശബരിമല റെയിൽപാതയെ സംബന്ധിച്ച് ലോകസഭയിൽ കേരളത്തിൽ നിന്നുള്ള MP-മാർ ചോദിച്ച ഒരു ചോദ്യത്തിന് നമ്മളുടെ റെയിൽവേ മന്ത്രി കൊടുത്ത ഒരു ഉത്തരമുണ്ട്. ആ ഉത്തരത്തിൽ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. ഇന്നാഡിക്വേറ്റ് സപ്പോർട്ട് ഫ്രം സ്റ്റേറ്റ് ഗവൺമെന്റ് ഓഫ് കേരള. പരിമിതമായ തരത്തിലുള്ള സപ്പോർട്ട് കൊണ്ടാണ് നടക്കാത്തത്. ഇവർ പറയുന്നുണ്ട്, ഞങ്ങൾ കഴിഞ്ഞ ദിവസം ശ്രീ പിണറായി വിജയൻ സംസാരിച്ച സമയത്ത് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ 50% ഭൂമി ഏറ്റെടുക്കലിന് പൈസ കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ ഈ ഭൂമി ഏറ്റെടുത്ത് കൊടുക്കാൻ പോലും ഇവർ തയ്യാറാകുന്നില്ല. അല്ലെങ്കിൽ ഇവർക്ക് പറയാം, ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല. ഇപ്പൊ നാഷണൽ ഹൈവേയുടെ കാര്യം വന്ന സമയത്ത് പറഞ്ഞു, ഞങ്ങൾക്ക് ഇതിന്റെ ചെലവ് വഹിക്കാൻ, ഞങ്ങൾക്ക് ആ ബർഡൻ വഹിക്കാനുള്ള സംവിധാനം ഇത് സ്റ്റേറ്റില്ല, അതിനുള്ള കേപ്പബിലിറ്റി ഞങ്ങൾക്കില്ല. ഇത് പോയി പറഞ്ഞാൽ പോലെ ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല, ഞങ്ങൾ പാപ്പറായ ഒരു സർക്കാരാണ്, മുമ്പോട്ട് ശമ്പളം കൊടുത്ത് പോകാൻ പോലും സാധിക്കാത്ത അവസ്ഥയിൽ അങ്ങേറ്റം ദയനീയമാണ്. വഹിക്കാൻ തയ്യാറാണെന്ന് പറയുന്നുണ്ട്, പണം കൊടുക്കാൻ തയ്യാറാണെന്ന് പറയുന്നുണ്ട്. ഇതല്ലേ പ്രശ്നം ഇവിടെ? ഇതല്ലേ മഞ്ജുഷ ഇതിനകത്ത് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം തന്നെയല്ലേ ഈ ഇരട്ടത്താപ്പല്ലേ നമ്മൾ ചർച്ച ചെയ്യുന്നത്? വഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞ് വൈകിപ്പിച്ചുകൊണ്ട് പോകുക. ഒരിക്കലും യാഥാർത്ഥ്യമാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് പറഞ്ഞാൽ മതി? ഞാൻ ചെയ്യാം. പണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരെ കളിയാക്കി പറ്റി നടത്തിത്തരാം. ദേവോട് നടത്തുകയാണ് ഇങ്ങനെ. ഇവർ തുറന്നു പറയും, ഞങ്ങൾക്ക് സാധിക്കില്ല, ഇതിന്റെ പൂർണ്ണമായ ചെലവ് കേന്ദ്രം വഹിച്ച് പണിയാൻ തയ്യാറാണ്. അതൊന്ന് പറയാമല്ലോ. രണ്ടാമത് 2018 106 കോടി രൂപ ഇവർക്ക് സ്വദേശി ദർശൻ സ്കീമിൽ പെടുത്തിക്കൊണ്ട് കൊടുത്തു. പക്ഷെ ഇവർ ലാപ്സാക്കി കളഞ്ഞു മഞ്ജുഷ്. ആ 53 കോടി രൂപ 2025 സാമ്പത്തിക ഒരു ഗവൺമെന്റാണ്, ദേവസ്വം ബോർഡാണ് മഞ്ജുഷ് ഭരിക്കുന്നത്. അപ്പൊ ഇവരെ എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും? അപ്പൊ മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം ശബരിമല കർമ്മസമിതി നടത്തിയ ശബരിമല സംരക്ഷണ സംഗമത്തിൽ വെച്ചുകൊണ്ട് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരന് കർമ്മസമിതിയുടെ ഒരു നിവേദനം കൊടുക്കുകയുണ്ടായി. ആ നിവേദനം ഏറ്റുവാങ്ങിക്കൊണ്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ആ വേദിയിൽ പറഞ്ഞു, അടുത്ത ആഴ്ച ഞാൻ ഡൽഹിയിൽ പോകും, പ്രധാനമന്ത്രിയെ കാണും, ഈ നിവേദനം അദ്ദേഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കും, ശബരിമലയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ പ്രതിജ്ഞാബദ്ധമാണ്. ഇതേ കാര്യം തന്നെയാണ് ശ്രീ സുകുമാരൻ നായരുടെ കൺസേണും. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ശബരിമലയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകണം, കേന്ദ്രം ചെയ്യാൻ തയ്യാറാണ്. ഇവിടെയും തയ്യാറാവും പറയുന്നേ ഉള്ളൂ. ഇന്ന് സുരേഷ് ഗോപിയും അങ്ങനെയാണ്, കേന്ദ്രം ഇതാ ഇടപെടാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. ശ്രീ അനിൽ പിള്ളയിൽ, താങ്കളായിരുന്നുവല്ലോ മുഖ്യ സംഘാടകരിൽ ഒരാൾ ശബരിമല സംരക്ഷണ സംഗമത്തിന്റെ പന്തളത്തിൽ. എന്ത് കാര്യമുണ്ടാകുമെന്നാണ് അവിടെ? എന്ത് കാര്യങ്ങൾ ചർച്ച ചെയ്തു? ഇത് ഏത് രീതിയിൽ സഹായമാകുമെന്നാണ് ശ്രീ അനിൽ പിള്ളയിൽ? പമ്പയിൽ നടന്ന സംഗമം വളരെ വ്യത്യസ്തമായ സംഗമമായിരുന്നു. നമ്മൾ പമ്പയിൽ നടന്ന സംഗമവും ഈ പന്തളത്ത് നടന്ന സംഗമവും തമ്മിലുള്ള ഒരു വ്യത്യാസം മനസ്സിലാക്കേണ്ടതുണ്ട്. പമ്പയിൽ നടന്ന സംഗമം പീഡകരുടെ സംഗമമായിരുന്നെങ്കിൽ പന്തളത്ത് നടന്ന സംഗമം പീഡിതരുടെ സംഗമമായിരുന്നു. പന്തളത്ത് നടന്ന സംഗമം വിശ്വാസികളുടെ സംഗമമായിരുന്നുവെങ്കിൽ പമ്പയിൽ നടന്ന സംഗമം അവിശ്വാസികളുടെ സംഗമമായിരുന്നു.
ശബരിമലയിലെ അയ്യപ്പ ഭഗവാന്റെ ചിത്രം കത്തിച്ച ടാഗ് കത്തിച്ചവരുടെ സംഗമമായിരുന്നു പമ്പയിൽ നടന്നതെങ്കിൽ ഈ ടാഗുകൾ തികയാതെ വന്നവരുടെ സംഗമമായിരുന്നു പന്തളത്ത് നടന്നത്. AC-യിൽ ഇരുന്ന് നടത്തിയ സംഗമമായിരുന്നു പമ്പയിൽ നടന്നതെങ്കിൽ പന്തളത്ത് നടന്നത് തണുത്ത് വിറച്ച അന്തരീക്ഷത്തിലല്ല, ചൂട് അന്തരീക്ഷത്തിൽ നടന്ന ചർച്ചകളുമായിരുന്നു. എന്തായിരുന്നു അവിടെ നടന്ന ചർച്ചകൾ? നമ്മൾ ശ്രദ്ധിക്കണം. ശബരിമലയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ 3 അവിടുത്തെ ആചാരങ്ങൾ, അവിടുത്തെ വികസനം, അവിടുത്തെ സുരക്ഷ. ഈ 3 മേഖലകളിലും അതിപ്രഗത്ഭരായ വ്യക്തികൾ തയ്യാറാക്കിയ റിപ്പോർട്ടുകളാണ് ഇന്നലത്തെ ചർച്ചകളിൽ കൂടി ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. ശബരിമലയിലെ സംരക്ഷണം എന്ന് പറയുന്ന വിഷയം അവതരിപ്പിച്ചത് ആരാണ്? ശബരിമലയിലെ 100 ഭക്തജനങ്ങളെ പുൽമേട് ദുരന്തത്തിൽ മരണമടഞ്ഞു. സർക്കാരിന്റെ അനാസ്ഥ കാരണമുള്ള മാനേജ്മെന്റ് ഇല്ലാത്തത് കൊണ്ട് സംഭവിച്ച ഒരു അപകടമായിരുന്നു അത്. ആ അപകടത്തിനെ പറ്റി അന്വേഷിച്ച ജസ്റ്റിസ് MR ഹരിഹരൻ നായരാണ് സുരക്ഷയുമായി ബന്ധപ്പെട്ട കൃത്യമായ റിപ്പോർട്ട് ഞങ്ങൾക്ക് തയ്യാറാക്കി തന്നിട്ടുള്ളത്. ശബരിമലയിലെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള അഡ്വക്കേറ്റ് G രാമൻ നായർ, അദ്ദേഹമാണ് അവിടെ സംസാരിച്ചത്. പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ S ഗുരുവായൂരപ്പൻ, ഇവരൊക്കെ ചേർന്നാണ് ശബരിമലയിലെ വികസനവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ തയ്യാറാക്കി തന്നിട്ടുള്ളത്. ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സ്വാമി അയ്യപ്പദാസും ഡോക്ടർ പൂജപ്പുര കൃഷ്ണനായരും അവതരിപ്പിച്ചു. ഈ റിപ്പോർട്ടുകളെല്ലാം കൂടി ക്രോഡീകരിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന് ഏതൊക്കെ തരത്തിൽ ഇതിനകത്ത് ഇടപെടാൻ സാധിക്കും, ആ വിഷയങ്ങളാണ് കൃത്യമായി ഞങ്ങൾ പ്രമേയമായിട്ടും ഒക്കെ തന്നെ കേന്ദ്ര സർക്കാരിലേക്ക് അറിയിക്കാൻ വേണ്ടി സംസ്ഥാന BJP അധ്യക്ഷനെ ഏൽപ്പിച്ചിട്ടുള്ളത്. അല്ലാതെ പമ്പയിൽ നടന്ന തട്ടിക്കൂട്ട് സംഗമമല്ല, മുതലാളിത്ത സംഗമമല്ല നടന്നത്. നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാത്തിനും ഇരട്ടത്തപ്പ് കാണിക്കുന്ന ആൾക്കാരാണല്ലോ. ഈ പമ്പയിൽ വിളക്ക് കത്തിച്ച ശബരിമലയിലെ പിതൃസ്ഥാനീയനായ തന്ത്രി മോഹനരോട് ഒരു മാപ്പ് പറയാനുള്ള ഒരു കാര്യം, ഒരു മാപ്പെങ്കിലും പറഞ്ഞുകൊണ്ടായിരുന്നു ശ്രീ പിണറായി വിജയൻ അവിടെ ഇരിക്കേണ്ടത്. അദ്ദേഹത്തിന് എന്തെങ്കിലും ഉളുപ്പുണ്ടോ ആ മനുഷ്യന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് അവിടെ ഇരിക്കാൻ? അദ്ദേഹത്തിനെ വ്യഭിചാരി എന്ന് വിശേഷിപ്പിച്ച ആളാണ്. എത്ര ഹീനമായ ഭാഷ! വേറെ ഏതെങ്കിലും ഒരു മതമേലധ്യക്ഷനെ, ഇവിടുത്തെ ക്രൈസ്തവ പുരോഹിതനെയോ ഇവിടുത്തെ ഇസ്ലാമിക പുരോഹിതനെയോ അത്തരത്തിലുള്ള ഒരു വാക്ക്, മുഖ്യമന്ത്രി ഉപയോഗിച്ച നികൃഷ്ടമായ വാക്ക് പറയാൻ ഇദ്ദേഹത്തിന് സാധിക്കുമോ? സാധിക്കില്ല. എന്തായാലും കേന്ദ്രത്തിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് പന്തളം സംഗമത്തിൽ. തീർച്ചയായിട്ടും കേന്ദ്രത്തിന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട്, കേന്ദ്രത്തിന് ചില പരിമിതികളുണ്ട് ദേവസ്വം വിഷയങ്ങളിൽ. കാലഘട്ടം അനുസരിച്ച് ഈ രാജ്യത്ത് ഈ പരിമിതികൾ തന്നെയാണ് പറഞ്ഞിരുന്നത്. ശരി, നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും, ഇന്ന് പ്രൈം ഡിബേറ്റിൽ പങ്കെടുത്തതിന് എല്ലാവർക്കും നന്ദി. പ്രൈം ഡിബേറ്റ് അവസാനിക്കുകയാണ്. നന്ദി.